റിഷായിട്ടാണ് വീഡിയോ. റിഷു ഞാനും ഒരുമിച്ച്. റിഷിനാണെങ്കിൽ റിഷിനെ പോലത്തെ ഒരു ഫൺ ക്യാരക്ടർ, എനിക്ക് കുറച്ച് സീരിയസ് ആയിട്ട് ഒരു ക്യാരക്ടർ, ഞാനല്ലാത്തൊരു ക്യാരക്ടർ. ഞാനില്ലേ അത് ഞാനല്ല, ഞാൻ എവിടെയോ ആണ്. ലേറ്റ് ആയി പോയി, അതുകൊണ്ട് സാരം എത്തിക്കാൻ പറ്റിയില്ല. ഒരു ഇന്റർവ്യൂക്ക് ഇന്റർവ്യൂവിന്റെ ഇടയിലാണ് ബൊക്കെ കൊണ്ടുതരാനുള്ള ആള് വിളിക്കുന്നത്. ബൊക്കെ വേണോന്ന് ചോദിച്ച പുള്ളിയോട് ഞാൻ പറഞ്ഞ 11 മണിക്കൊക്കെ വേണം, 11:30 പുള്ളി. കോമഡി അറിയാത്ത ആള്, ഞാനൊരു കോമഡി പറയാന്നൊക്കെ. ഞാൻ കോമഡി പറയൂ, കോമഡി പറഞ്ഞ പല ആൾക്കാരും ചിരിച്ചിട്ടൊക്കെ ഉണ്ട്. ഒരു കോമഡി All the dreams like tingle stars, the tingle stars like glowing gems. നീ കോമഡി ഒക്കെ പറയുന്ന ആളല്ലേ, പറടാ. മൂർഖം പാമ്പിന് ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. എന്ത് ടൈപ്പാ നോക്കണ്ടേ? ഞാൻ പെട്ടല്ലോടാ. പറ. ഹലോ, സുഖം. വെൽക്കം ടു ഓഫ് ദ ഗ്രിഡ്. അപ്പോൾ പവർഡ് ബൈ ഹാരിസൺ കോ. എങ്ങനെയാണ് ഇപ്പോൾ കോണ്ടന്റ് ക്രിയേഷൻ ഒരു 5 ഇയർ ആയോ ചെയ്തു തുടങ്ങിയിട്ട്? 4 years ആയില്ലേ? അപ്പോൾ എങ്ങനെയായിരുന്നു ഈ ഒരു ജേർണി? എങ്ങനെയായിരുന്നു കോണ്ടന്റ് ക്രിയേഷൻ? ഇപ്പോൾ ഒരു വൈറൽ കോണ്ടന്റ് ഉണ്ടാവുമല്ലോ, ഒരെണ്ണം ഇങ്ങനെ പെട്ടെന്ന് ഒരെണ്ണം വൈറലായി, നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ്ട് ചെയ്താലാണല്ലോ ഒരു കോണ്ടന്റ് ഇങ്ങനെ വൈറലാവുന്നത്. അപ്പോൾ ഏതായിരുന്നു ഒരു ബ്രേക്ക് ത്രൂ? എന്തായിരുന്നു അത്? സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് ഇതിനെ പറ്റി ഒന്നും ഐഡിയ ഇല്ലാത്തൊരു സമയത്ത് ഇങ്ങനെ റാൻഡമായിട്ടൊരു കോണ്ടന്റ് ഇട്ടു, ഒരു മോം ഡോട്ടർ കോണ്ടന്റ് ആയിരുന്നു. അത് ഇട്ടു, കിടന്നുറങ്ങി. രാവിലെ എണീറ്റപ്പം അന്ന് ആക്ച്വലി ഈ പെട്ടെന്ന് മില്യൻ ആവാന്നുള്ള പരിപാടി ഇപ്പോഴല്ലേ, അന്ന് അത് ഉണ്ടായിരുന്നില്ല. അന്ന് ഇങ്ങനെ ഭയങ്കര, അന്ന് റീൽസ് അല്ലായിരുന്നു. അപ്പൊ ഇങ്ങനെ ഭയങ്കര സമയം എടുത്തിട്ടേക്ക്. പക്ഷെ അന്ന് രാവിലെ ഉറങ്ങി നീറ്റപ്പോഴത്തേക്ക് വീഡിയോ 2 million, പെട്ടെന്ന് വൈകുന്നേരം 7 million, അങ്ങനെ ഇങ്ങനെ കറങ്ങി. ഇതെന്താ സംഭവം എന്ന് മനസ്സിലാവണില്ല. അപ്പൊ അതിലെന്തോ ഒരു ഇൻസ്റ്റാഗ്രാം എന്താ പറയാ, അതിനെ ഫീച്ചർ ചെയ്യും, അങ്ങനെ എന്തോ ഒരു പരിപാടിയൊക്കെ അന്നുണ്ടായിരുന്നു. അന്ന് പെട്ടെന്ന് ഇൻസ്റ്റാഗ്രാം ഫീച്ചർ ചെയ്തു. അങ്ങനെ എല്ലാവരും എന്നെ ഭയങ്കര കൺഗ്രാജുലേറ്റ്. എനിക്ക് ഇതിനെ പറ്റി ഒരു ഐഡിയ ഇല്ല കേട്ടോ, അതൊന്നും എനിക്ക് മനസ്സിലാവണില്ല. അന്നാണ് ആക്ച്വലി ഓക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു. പെട്ടെന്ന് അതായത് ഫോളോവേഴ്സ് ആണെങ്കിലും പെട്ടെന്ന് കൗണ്ട് മാറി. അതായിരുന്നു ശരിക്കും ഒരു ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു രസം കിട്ടി തുടങ്ങി ആ ഒരു സമയം. സാധനം തുടങ്ങി. അപ്പൊ പിന്നെ ഒരു സ്ഥിരമായിട്ട് ഞാൻ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ കോണ്ടന്റ് നമ്മൾ ആദ്യം പോസ്റ്റ് ചെയ്യുന്നൊരു കൺസിസ്റ്റൻസിയിലായിരിക്കും നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ തന്നെ ആയിരുന്നോ ചെയ്തുകൊണ്ടിരുന്നത്? ഇങ്ങനെ ഞാൻ തീരെ കൺസിസ്റ്റന്റ് അല്ലാത്ത ഒരാളാണ്. അപ്പൊ വെച്ചാ എനിക്ക് എപ്പോഴാണോ തോന്നുന്നത് അപ്പോഴായിരുന്നു പോസ്റ്റ് ചെയ്യും. പിന്നെ ഇടയ്ക്ക് ഭയങ്കര ഡൗൺ ആവും. എനിക്ക് ഇങ്ങനെ ഇമോഷണലി ഞാൻ തീരെ ഓക്കെ അല്ലെങ്കിൽ ഞാൻ തീരെ ഇടൂല. അപ്പൊ ഞാൻ അതിങ്ങനെ കിടക്കും, പേജ് ഇങ്ങനെ കുറെ ദിവസം ഒരു അനക്കമില്ലാണ്ട് കിടക്കും. പിന്നെ ഇടാൻ തോന്നുമ്പോ ഇടും. അങ്ങനെ കൺസിസ്റ്റന്റ് അല്ല ആക്ച്വലി ഞാൻ. അപ്പൊ ചോദിക്കൂലേ വന്നിട്ട് എവിടെ വീഡിയോ ഒന്നും ഇടുന്നില്ല അങ്ങനെയൊക്കെ ചോദിക്കലുണ്ട്. പിന്നെ ചില സമയത്ത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഓഡിയൻസിന് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. എനിക്ക് എല്ലാവർക്കും മനുഷ്യന്മാരാണ്, നമുക്ക് എല്ലാവർക്കും എക്സ്പെക്ടേഷൻസിൽ എത്താൻ ഭയങ്കര പണിയാണ്. അപ്പൊ ആ എക്സ്പെക്ടേഷനിൽ എത്താൻ വേണ്ടി ചില സമയത്ത് എനിക്ക് പറ്റില്ല. അത് എല്ലാ ക്രിയേറ്റേഴ്സും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആയിരിക്കും അത്. ഓഡിയൻസിന്റെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. ആ എക്സ്പെക്ടേഷനിൽ നമ്മളെ വീഡിയോയിൽ ഒരു കോണ്ടന്റ് എത്തിയിട്ടില്ലെങ്കിൽ പീപ്പിൾ വിൽ ബി ലൈക്ക് ഇതെന്ത് പോറാ, ആ ഒരു മൂഡിലെത്തും. അപ്പോൾ നമുക്ക് പിന്നെയും നമ്മൾ അയ്യോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, അപ്പോൾ പിന്നെയും നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ചില സമയത്ത് എനിക്ക് എക്സ്പെക്ടേഷൻസിൽ എത്താൻ പറ്റാത്ത ഒരു സമയത്ത് ഞാൻ അധിക വീഡിയോസും പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓഡിയൻസ് അത് എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഞാനൊരു 3-4 ദിവസം ഞാൻ ഡിലീറ്റ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ ഐ ഫീൽ ലൈക്ക് എന്താ പറയാ, ഓർക്ക് ഇഷ്ടമായില്ലെങ്കിൽ പിന്നെ ഐ ഡോണ്ട് വാണ്ട് ടു പോസ്റ്റ്, ഡിലീറ്റ് ചെയ്ത് കളയും. അത് ശരിക്കും ആക്ച്വലി ബാഡ് ആണ്, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യും അത്. അപ്പോൾ വേറെ ഇപ്പോൾ നമ്മുടെ ഒരു കോണ്ടന്റ് ക്രിയേഷൻ ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റി ആണല്ലോ. അപ്പോൾ ഇപ്പോൾ കൊലാബൊക്കെ ചെയ്ത് കോണ്ടന്റ് ചെയ്യാറില്ല. അങ്ങനെ ഫേവറേറ്റ് ഒരാൾ, അതായത് കേരളത്തിൽ നോക്കണ്ട, ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ആരുടെ കൂടെ കോണ്ടന്റ് ചെയ്യാനാണ് താല്പര്യം? ഇങ്ങനെ നമ്മൾ കൊലാബായിട്ട് ഒരാളായിട്ട് ചെയ്യണം എന്നൊരു മനസ്സിൽ ഉണ്ടോ ആരെങ്കിലും? അങ്ങനെ സത്യം പറഞ്ഞാൽ ഇന്ത്യയിലേക്ക് അങ്ങനെ ഞാൻ അതായത് ആ ഒരു ലെവലിലേക്ക് ഞാൻ ചിന്തിച്ചിട്ടില്ല. ബട്ട് തിങ് ഈസ് കുറെ ആൾക്കാരായിട്ട് എനിക്ക് ഇങ്ങനെ നമ്മളെ കേരളത്തിൽ തന്നെ ഒരുപാട് നല്ല ക്രിയേറ്റേഴ്സ് ഉണ്ട്. ഇന്ത്യ ഔട്ട് ഓഫ് കേരളയും നോക്കണ്ട, ആക്ച്വലി കേരളത്തിൽ തന്നെ നല്ല കുറെ ഇൻഫ്ലുവൻസേഴ്സും ക്രിയേറ്റേഴ്സ് ഒക്കെ ഉണ്ട്. അതിലിപ്പോൾ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടത് ഷെൽവിനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്,
പിന്നെ ആരായിട്ട് ഞാൻ വർക്ക് ചെയ്തത് സുജിത പറഞ്ഞിട്ടൊരു ട്രിവാൻഡ്രം ബേസ്ഡ് ഒരു ക്രിയേറ്റർ ഉണ്ട്, വെയിറ്റ്. അങ്ങനെ കുറെ ആൾക്കാർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ കുറെ ആൾക്കാരായിട്ട് വർക്ക് ചെയ്തിട്ടില്ല. ഇപ്പൊ ഞാൻ റീസെന്റ് നമ്മളൊരു ഇസാൻ എന്ന് പറഞ്ഞിട്ടൊരു പയ്യനില്ല, അത് ഞങ്ങളെ കാണാൻ ഒരേപോലെയാന്ന് എല്ലാരും പറയും. എന്നിട്ട് ഞാൻ പറഞ്ഞു വാ നമുക്കൊരു വീഡിയോ ചെയ്യാം. അങ്ങനെ ആ രണ്ട് പെട്ടെന്ന് കത്തി കയറി. എല്ലാരും വീഡിയോന്റെ അടിക്കോ നിങ്ങൾ ബ്രദർ സിസ്റ്റർ ആയിരുന്നല്ലേ. പിന്നെ ഈ പെനി ഐസ്ക്രീമിന്റെ ഒരു നമ്മളെ മാഹി മച്ചാനെ അങ്ങനെ 2-3 ക്രിയേറ്റേഴ്സ് ആയിട്ട് കൊളാബ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ താല്പര്യമുണ്ട് കുറെ ആൾക്കാരായിട്ട്. എന്ന് വെച്ചാൽ ഒരാളെന്നല്ല കേട്ടോ, എനിക്ക് കുറെ ആൾക്കാരായിട്ട് വർക്ക് ചെയ്ത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാവും കുറെ അവരുടെ ഒരു ഐഡിയാസ്, നമ്മളെ അതെ നമ്മളെ ഐഡിയാസ് ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് കുറച്ചുകൂടെ ഓഡിയൻസിലേക്ക് ഔട്ട് റീച്ച് ചെയ്യാൻ പറ്റും. പുതിയ ക്രിയേറ്റേഴ്സ്. അത് മാത്രമല്ല ബ്രാൻഡ്സിനും ഭയങ്കര താല്പര്യമായിരിക്കില്ലേ, 2 ആള് വരികയാണ്, 2 ആളും കൂടി വർക്ക് ചെയ്യുമ്പോൾ. ആക്ച്വലി അത് വളരെ ചുരുക്കിയ ബ്രാൻഡ്സ് മാത്രമേ സമ്മതിക്കുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ബ്രാൻഡ്സിന് ഏറ്റവും റീച്ച് ഉണ്ടാവുക ആ ഒരു കേസിലാണ്. 2 ക്രിയേറ്റേഴ്സ് വരുന്ന സമയത്ത് ഞാൻ ലാസ്റ്റ് ചെയ്തത് ഒരു പെനിയേഴ്സിന്റെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ മാഹിൻ മച്ചാനും ഞാനോ ചെയ്തത്. മൂപ്പര ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ട്രിവാൻഡ്രം ആ സൈഡിലുള്ള ഓഡിയൻസ്, എൻ്റെ കുറച്ചുകൂടെ മലബാർ ഓഡിയൻസാണ്. ബട്ട് ദ തിങ് ഈസ് ആ വീഡിയോ 2 ഓഡിയൻസിലേക്കും എത്തുന്നുണ്ട്. അത് ചില ബ്രാൻഡ്സിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അതുകൊണ്ടായിരിക്കണം അവർ, ഞാൻ ചില ബ്രാൻഡ്സ് പിച്ച് ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കും നമുക്കൊരു ക്രിയേറ്ററിനെ കൂടെ ക്ലബ് ചെയ്തിട്ട് ചെയ്താലോ. മീൻസ് അവർ സമ്മതിക്കാറില്ല. പക്ഷെ ഇതാണ് ആക്ച്വലി ഇതിന്റെ ഒരു എന്താ പറയാ ഒരു ഐഡിയ ഇതാണ്. പക്ഷെ ഒരു ഹോൾ കേരള ഒക്കെ എത്തണമെങ്കിൽ നമുക്ക് എന്തായാലും അതൊരു അതിന്റെ ഐഡിയേഷൻ ഒക്കെ ആരാ ചെയ്തത്, ഇങ്ങനെ ചെയ്യാൻ മാർക്കറ്റിംഗ് ഏജൻസിയാണ്. ഏജൻസീസ് വഴി വരുമ്പോഴാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ചും കൂടി നല്ല ഐഡിയാസ് ഇങ്ങനെ അതന്നെ ബ്രാൻഡ്സിനെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ ഒരാള് വേണം. അതിപ്പോ നിങ്ങളെ പോലത്തെ മാർക്കറ്റിംഗ് ഏജൻസീസിന് മാത്രമേ നടക്കൂ, നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അല്ല ചില വലിയ ക്രിയേറ്റേഴ്സ് ആണെങ്കിലും അവർക്ക് എന്തായാലും ഒരു ടീം ഉണ്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാനൊക്കെ ആയിട്ട്. പിന്നെന്താ സുഖം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോ ഈ ജേണി തുടങ്ങിയ സമയത്ത് എങ്ങനെയായിരുന്നു വീട്ടിലൊക്കെ? ഇങ്ങനെ അവർക്കും നമ്മൾ വീട്ടിലൊരു ക്യാരക്ടർ ഉണ്ടല്ലോ നമ്മുടെ, ചിലപ്പോൾ അതേപോലെ ആയിരിക്കും നമ്മൾ വീഡിയോസിലും നമ്മൾ കാണിക്കുന്നുണ്ടാവാം. അപ്പോൾ അറിയാലോ ലൈക്ക് എന്തെങ്കിലും ചിലപ്പോൾ അമ്മേനെ കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ അമ്മ റിയാക്ട് ചെയ്യൂലേ വന്നിട്ട്, അങ്ങനെ എന്തെങ്കിലും ഇല്ല. എന്നുവെച്ചാൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ കൊറോണന്റെ സമയത്താണ് തുടങ്ങിയത്. വീട്ടിൽ ഒരു പണിയില്ലാണ്ട് ഇരുന്ന സമയത്താണ് തുടങ്ങിയത്. ദ തിങ് ഈസ് എൻ്റെ വീട്ടുകാരെന്ന് പറഞ്ഞാൽ കുറച്ച് ഫോർവേഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതുവരെ ദാറ്റ് ഇസ് സ്റ്റിൽ നൗ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടായിട്ടില്ല. പിന്നെ ഉമ്മാനെ വെച്ചിട്ടുള്ള കോണ്ടന്റ് ഒക്കെ ഞാൻ ഉമ്മാക്ക് അയച്ചു കൊടുക്കുമ്പോൾ ഈ എന്നെ വെച്ച് പൈസ ഉണ്ടാക്കുകയാണല്ലോ എന്നൊക്കെ പറയും. അതായത് ഫണ്ണായിട്ട് പറയൂല. അങ്ങനെ ഒരു പ്രശ്നം ആക്ച്വലി എൻ്റെ വീട്ടിൽ ഉണ്ടായിട്ടേ ഇല്ല. പിന്നെ പ്രശ്നം എന്ന് പറയാൻ ഞാൻ ആക്ച്വലി ഒരു ഡോക്ടറാണ്, ഡെന്റിസ്റ്റാണ്. അപ്പൊ അതിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുത്തു. പ്രൊഫഷണലി ഞാൻ അധികം എന്ന് വെച്ചാൽ ഞാൻ കുറച്ചും കൂടെ കുറവാണ് അവിടെ ഇൻട്രസ്റ്റ്. അപ്പോൾ ഉപ്പ പറയും എന്താ പറയുക ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ പഠിച്ചതല്ലേ, അപ്പൊ എന്തെങ്കിലുമൊക്കെ പണിക്ക് പോയിക്കൂടെ അങ്ങനെയൊക്കെ പറയും. അപ്പൊ അങ്ങനെയാണ് ഞാൻ സത്യം പറഞ്ഞാൽ ലൈക്ക് വീക്ക്ലി ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. വീക്ക്ലി കുറച്ച് ദിവസം വർക്ക് ചെയ്യുന്നുണ്ട്, വർക്കിന് പോകുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടമല്ലായികയല്ല, വിടാനും എനിക്ക് പറ്റണില്ല. പക്ഷെ എനിക്ക് എല്ലാം കൂടെ ബാലൻസ് ചെയ്യാനുള്ള ഒരു പണിയുണ്ട്. അപ്പൊ ഞാൻ എല്ലാം കൂടെ ബാലൻസ് ചെയ്തൊരു ഇങ്ങനെ ട്രാക്കിൽ ഇങ്ങനെ ഇപ്പൊ പോകുന്നുണ്ട്. എന്താവും അറിയില്ല. നല്ല കാര്യമാണ്. അപ്പൊ എന്ന് വെച്ചാ പറയുമ്പോ ഉപ്പാക്ക് സമാധാനമാണ്. എനിക്കും ആക്ച്വലി ഇഷ്ടമാണ്. ഞാൻ ഡോക്ടർ ഇഷ്ടമല്ല എന്നല്ല പറയുന്നത്, പക്ഷെ എനിക്ക് എന്നെ കൂടെ ബാലൻസ് ചെയ്യാൻ പറ്റാത്തോണ്ട് ഇത് ഞാൻ ബ്രേക്ക് എടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ പിന്നെ ബിസിനസ്സും എല്ലാം കൂടെ ബാലൻസ് വേണമല്ലോ എല്ലാത്തിനും. ഞാൻ അതിലോട്ട് എത്താനാണ്. എങ്ങനെയാണ് ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ടല്ലോ ഓൾറെഡി. ഇപ്പൊ എനിക്കൊരു 2 വെഞ്ചേഴ്സ് ഉണ്ട് തോന്നുന്നു. അപ്പോൾ ഒരു എല്ലാ ക്രിയേറ്റേഴ്സിനും അങ്ങനെ അത് ഓൾറെഡി നമ്മളൊരു എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമല്ലേ, ലൈക്ക് ഒരു എളുപ്പം ഇൻ ദ സെൻസ് ബിസിനസ് കൂടുതൽ ആൾക്കാരോട് റീച്ച് ആവാനായിട്ട്. സോ എങ്ങനെയാണ് ഇതിലോട്ട് ഇത് തുടങ്ങണമെന്ന് സ്റ്റേഡിയം അല്ലേ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്? മുന്നേ ആക്ച്വലി എനിക്കൊരു വീക്കെൻഡ് എസ്കേപ്പ് പറഞ്ഞിട്ടൊരു ലേഡീസ് ഓൺലി ട്രാവൽ കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. അത് 2020 അത് ഭയങ്കര റീച്ചുള്ള സമയത്തൊന്നുമല്ല. ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്താളൊന്നുമല്ല, കുറച്ചൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ട് ആ സമയത്ത്. അപ്പോൾ കുറച്ചും കൂടെ അതായത് ട്രാവൽ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരെയും കൂട്ടി ട്രാവൽ ചെയ്യാന്നുള്ളൊരു കൺസെപ്റ്റിലാണ് വീക്കെൻഡ് എസ്കേപ്പ് തുടങ്ങിയത്. അപ്പോൾ അത് പെട്ടെന്ന് ദാറ്റ് അതും ഇതേപോലെ പെട്ടെന്നൊരു ബൂം വന്നു അതിന്. അപ്പോൾ പെട്ടെന്ന് ആൾക്കാർ ഇപ്പോൾ നമ്മളൊരു ട്രിപ്പ് ഇടുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് ആൾക്കാർ വരും. ദാറ്റ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങി. മൗത്ത് പബ്ലിസിറ്റി ഭയങ്കരമായിട്ട് കൂടാൻ തുടങ്ങി.
ദാറ്റ് ഇസ് അത് ഒരിക്കലും എൻ്റെ ഇൻസ്റ്റാഗ്രാം റീച്ച് ചെയ്തിരുന്നില്ല. അത് ശരിക്കും മൗത്ത് പബ്ലിസിറ്റി ആയിരുന്നു. അതിലാണ് പെട്ടെന്ന് ബൂം വന്നത്. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന ഓൺട്രപ്രണർ ഉണ്ടെന്ന് ഞാൻ ആ സമയത്ത് റിയലൈസ് ചെയ്തു ഞാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ 2022 ദാറ്റ് ഈസ് എൻ്റെ കുറച്ച് എന്നിട്ട് എനിക്ക് കുറേ ഫ്രണ്ട്സ് ഗ്യാങ് ഉണ്ട് ഇവിടെ. കാലിക്കറ്റാണ് കൂടുതൽ ആൾക്കാർ. അപ്പം ഞാൻ ആ സമയത്ത് കണ്ണൂരാണ് പഠിച്ചത്, കണ്ണൂർ മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്. അപ്പം ഞാൻ ഇങ്ങോട്ട് അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ഡിസ്കഷൻ വന്നു. ദാറ്റ് ഈസ് ഈ ട്രാവലിൽ നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് റിസോർട്ട്സ് ആണല്ലോ. അപ്പോൾ റിസോർട്ട്സിലൊക്കെ നമുക്ക് ഇങ്ങനെ ഓരോ റിസോർട്ടിലൊക്കെ പോകുമ്പോൾ നമ്മൾ അതിൻ്റെ ഭംഗി കാണല്, അതിൻ്റെ ഒരു ഹോസ്പിറ്റാലിറ്റി ഭയങ്കര രസമാണല്ലോ. അപ്പോൾ അതിൽ എനിക്ക് ഓൾറെഡി താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്തു, ഇങ്ങനെ എനിക്ക് നല്ല താല്പര്യമുണ്ട് ഇങ്ങനെ ഒരു റിസോർട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പം ഞാൻ ആക്ച്വലി ദാറ്റ് ഈസ് ഏണിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അപ്പോൾ അങ്ങനെ കറക്റ്റ് അങ്ങനത്തെ ഒരു 3 ആൾക്കാരെ ഞാൻ ഇങ്ങനെ അത് കിട്ടി, എങ്ങനെയൊക്കെയോ കിട്ടി എനിക്ക്. ഞങ്ങൾ 4 പേര്. അങ്ങനെ ഒരു കുറേ ഡിസ്കഷൻ, കുറേ ട്രാവൽ ചെയ്ത് ദാറ്റ് ഈസ് നമ്മളിപ്പോഴും പറയും നമ്മൾ കൂടുതലും ആൾക്കാരായിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ അതൊരു ദിവസം എന്നല്ല, ഒരു 3-4 ദിവസം ഒരുമിച്ച് ട്രാവൽ ചെയ്യുമ്പം നമുക്ക് ശരിക്കും പറ്റിയ ആൾക്കാരാണോ അവരൊന്ന് മനസ്സിലാവും, അവരുടെ വൈബ് മനസ്സിലാവും. അപ്പൊ ചിലപ്പോൾ നമ്മുടെ കൂടെ എപ്പോഴും ഉള്ള ആളായിരിക്കും, പക്ഷെ ആളെ കൂടെ ട്രാവൽ ചെയ്താൽ അറിയുള്ള ആളെ ശരിക്കുള്ള സ്വഭാവം നമുക്ക് മനസ്സിലാവാം. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ട്രാവൽ ചെയ്തു. ഒരു വാൻ ലൈഫ് ഒക്കെ ചെയ്തു. ദാറ്റ് ഈസ് ഒരു വാനിൽ ഫുൾ കിച്ചണും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങൾ അങ്ങനെ ഒരു ട്രിപ്പ് ഒക്കെ പോയി. ഇട്ടിട്ടൊക്കെ ഉണ്ട് മുന്നേ, അതും കുറെ വർഷം മുന്നേ, 3 years ബാക്ക്. അപ്പോ ആ ട്രിപ്പിൽ ശരിക്കും ദാറ്റ് ഈസ് നമ്മളിങ്ങനെ പെർഫെക്റ്റ് ആണ്. നമുക്ക് എന്തെങ്കിലും മോർ ദാൻ ഫ്രണ്ട്ഷിപ്പ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരുമിച്ച് ചെയ്യാൻ പറ്റും എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് സ്റ്റേഡിയം എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് എത്തിപ്പെടുന്നത്. പിന്നെ പിന്നെ എല്ലാവരും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കാലിക്കറ്റ് എന്നുള്ളത്. എന്തുകൊണ്ട് കാലിക്കറ്റ് ചൂസ് ചെയ്തു? ഇപ്പോൾ കൂടി ചിലപ്പോൾ ചില ആൾക്കാർ വയനാട് ചൂസ് ചെയ്യും, പിന്നെ ഈ ഒരു കുറച്ചും കൂടി അങ്ങോട്ടേക്ക് നോക്കും, മൂന്നാറൊക്കെ ചൂസ് ചെയ്യും. എങ്ങനെയാണ് അത്? ആക്ച്വലി എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ ഞാൻ വയനാട്ടുകാരിയാണ് ആക്ച്വലി. വയനാട്ടുകാരിയാണ്. അപ്പൊ എന്റെ പാർട്ട്നേഴ്സ് ആണെങ്കിൽ ആരും കോഴിക്കോട്ടുകാരല്ല, ഒരാൾ കൊച്ചി, മലപ്പുറംകാരാ ബാക്കി എല്ലാവരും. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റ് സ്ഥലമാണ് കാലിക്കറ്റ്. അപ്പോൾ ദാറ്റ് ഈസ് ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളെ സ്റ്റേഡിയം എന്ന് പറഞ്ഞ തുടങ്ങിയിട്ടുള്ളത് ടൗണിന്റെ സെന്ററിലാണ്. ടൗണിന്റെ സെന്ററിൽ എന്തിനാ പിന്നെ റിസോർട്ട്, ആരപ്പം അവിടെ വരികയാണ് തുടങ്ങുന്നതിന് മുന്നേ ഇതിന് ഉത്സാഹപ്പെടുത്തലായിരുന്നു ഞങ്ങളെ. പക്ഷെ ഞങ്ങൾക്ക് എന്തോ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. കാരണം നമുക്ക് അതായത് കോഴിക്കോടിന്റെ പൾസ് ഭയങ്കര ഡിഫറെന്റ് ആണ്. ദാറ്റ് ഈസ് ഞാൻ വയനാട്ടിൽ കുറെ കാലം നിന്നിട്ടുണ്ട്, തൃശ്ശൂർ നിന്നിട്ടുണ്ട്, പിന്നെ കണ്ണൂർ നിന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് അന്ന് മനസ്സിലായിടത്തോളം വെച്ചാൽ കോഴിക്കോടിന്റെ പൾസ് ഭയങ്കര ഡിഫറെന്റ്. കോഴിക്കോട് ആൾക്കാർ ദേ ഫൈൻഡ് റീസൺ ടു സെലിബ്രേറ്റ്. എന്തെങ്കിലുമൊക്കെ കാരണം ചെറിയ പരിപാടി അങ്ങനെ അങ്ങനത്തെ കുറച്ച് ആൾക്കാരാണ് കോഴിക്കോട്. അപ്പൊ ഇവിടെ നിന്ന് ഇപ്പൊ യോഗി ഈ നാട്ടുകാരാണ്, പാലക്കാടാണ്. ഇവിടെ വന്നതിന് ശേഷം കുറച്ചുകൂടി ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യാൻ ഒരു നെറ്റ്വർക്ക് പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ്. അതുകൊണ്ട് അങ്ങനെ ഒരു പൾസ് ഇവിടെ കണ്ടുകൊണ്ടാണ് പോയി ആൾക്കാരെ കാണാനോ സെലിബ്രേറ്റ് ചെയ്യാനോ ലേസി അല്ല ആൾക്കാർ, ലേസിയാണ്. അതായത് നമ്മള് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും വെറുതെ, ആൾക്കാരെ കാണാനൊരു ഇവിടെ വൈകുന്നേരം ബീച്ചിലേക്ക് ഇറങ്ങും, അതാണ് മെയിൻ പരിപാടി. അപ്പൊ ഇവിടെ ഒരു പൾസ് ഉണ്ട് ആക്ച്വലി കോഴിക്കോട്. അങ്ങനെയാണ് നമ്മൾ സ്റ്റേഡിയം സ്റ്റാർട്ട് ചെയ്തതൊക്കെ. അതുകൊണ്ട് കോഴിക്കോട് തന്നെ വേണമെന്ന് നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് ചെയ്തു. പിന്നെ വേറൊരു കാര്യമുണ്ട്, ബിസിനസ് എന്ന് പറഞ്ഞാൽ ചെറിയ അത്യാവശ്യം ഇൻവെസ്റ്റ് ചെയ്തൊരു ബിസിനസ് ആകുമ്പോൾ നമുക്ക് അവിടെ ശരിക്കും പഠിക്കാൻ പറ്റും. ഇത് നമ്മൾ ജയിക്കാൻ നമുക്ക് എവിടെയും കൊണ്ട് ജയിക്കാന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. 2022 എൻഡിലൊക്കെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് അത് എന്താ പറയാ, നമ്മൾ വിചാരിച്ചു ഒബ്വിയസ്ലി എല്ലാ ബിസിനസ്സിലുള്ള പോലത്തെ ഫസ്റ്റ് ഭയങ്കര സ്ട്രഗിളും അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പൊ അത് ഭയങ്കര സ്റ്റേഡിയത്തിലേക്ക് ആൾക്കാർ വരുന്നു, ആൾക്കാർ പ്രിഫർ ചെയ്യുന്നു. അതന്നെ ആൾക്കാർ ദേ പ്രിഫർ സ്റ്റേഡിയം ഓവർ എനി അതർ റിസോർട്ട്സ് ആൻഡ് ഓൾ. അപ്പൊ അത് ഭയങ്കര ഹാപ്പി. അതും ടൗണിന്റെ സെന്ററിലുള്ള റിസോർട്ട് ആയിട്ട് പോലും നമ്മള് പണ്ട് എങ്ങനെ നിരുത്സാഹപ്പെടുത്തിയോ ആ ഒരു സാധ്യത ഇപ്പൊ നമ്മൾ ആക്ച്വലി പ്രോത്സാഹിപ്പിക്കുന്നു. ഇപ്പൊ എല്ലാരും ചോദിക്കും, ഓ ഇങ്ങനെ ഒരു ഐഡിയ നമുക്ക് ആർക്കും തോന്നിയിട്ടില്ല. അപ്പൊ അതാണ് അതിന്റെ ഒരു ഡിഫറൻസ് വന്നത് അതിൽ. ഇപ്പൊ ഇവിടെ KLF അങ്ങനത്തെ ഇവന്റ്സ് ഒക്കെ നടക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കുറെ അങ്ങനത്തെ ആരെങ്കിലും വന്നിട്ടുണ്ടോ, സെലിബ്രിറ്റീസോ അങ്ങനെ ആരെങ്കിലൊക്കെ കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇപ്പൊ അനശ്വര വന്നിട്ടുണ്ട്, പിന്നെ സുരഭി ലക്ഷ്മി വന്നിട്ടുണ്ട്, ഇപ്പൊ റീസെന്റ് അനാർക്കലി വന്നിട്ടുണ്ട്.
അങ്ങനെ അത്യാവശ്യം കുറെ സെലിബ്രിറ്റീസ് ഒക്കെ വന്ന് നിന്നിട്ടുണ്ട്. അവരൊക്കെ എങ്ങനെയാ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവരും ഭയങ്കര, അതായത് നമുക്കിപ്പോൾ ഓഡിയൻസിന്റെ അടുത്ത് ഇതൊരു ഹോസ്പിറ്റാലിറ്റി ഫീൽഡ് ആണല്ലോ, ഒബ്വിയസ്ലി പോസിറ്റീവ് നെഗറ്റീവ്സ് ഉണ്ടാവും, പക്ഷെ നമുക്ക് കുറച്ചുകൂടെ പോസിറ്റീവ്സ് കൂടുതൽ കിട്ടുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. അതെ. അപ്പോൾ ഈ കോണ്ടന്റ് ക്രിയേഷനും ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ സ്റ്റേഡിയം ഇത് രണ്ടും കൂടിയിട്ട് എന്താ പറയാ ബാലൻസ് അല്ല, ഹെൽപ്പ് ചെയ്യുമല്ലോ ഈ കോണ്ടന്റ്? നമ്മൾ ഓൾറെഡി കോണ്ടന്റ് ക്രിയേറ്റർ ആയതുകൊണ്ട് ഒരു വൈഡർ ഔട്ട് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനിയിപ്പോ പുതിയ എവിടെയെങ്കിലും തുടങ്ങാൻ പ്ലാൻ ഉണ്ടോ ഇങ്ങനെ കേരളത്തില്? അത് ഒബ്വിയസ്ലി നമ്മൾ പേര് സ്റ്റേഡിയം തന്നെയാണ്. അതെ, സ്റ്റേഡിയം ആക്ച്വലി ഒരു റിസോർട്ട് പ്രോജക്റ്റിന്റെ ഒരു ഹെഡ് നെയിം ആയിട്ട് ഇത് സ്റ്റേഡിയം ബംഗ്ലാവ് റിസോർട്ടാണ് കാലിക്കറ്റ് വെച്ചിട്ട്. പുതിയ പ്രോജക്ട്സ് ഒക്കെ ഇപ്പം സൂൺ ഒരു 2 months കൊണ്ട് പുതിയ പ്രോജക്ട്സ് ഒക്കെ എന്തായാലും ലോഞ്ച് ചെയ്യാനുള്ള പ്ലാനിലാണ്. കേരളത്തിൽ തന്നെ. കേരളം ഒന്ന് സെറ്റ് ആയിട്ടാണല്ലോ നമ്മൾ പുറത്ത് പോവുക. അപ്പൊ അതിന്റെ പ്ലാനിലാണ് ഇപ്പൊ. ഞാന് ഇപ്പൊ നമ്മള് പിച്ച് ചെയ്യുന്നുണ്ടല്ലോ, വർക്ക്സ് ഒക്കെ പിച്ച് ചെയ്യുന്നുണ്ട്. പിച്ച് ചെയ്യുമ്പോൾ നമ്മളിപ്പോ ഏത് രീതിക്കാണ് താല്പര്യം, ഇപ്പൊ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാനാണ് താല്പര്യം ക്രിയേറ്റർ എന്നുള്ള രീതിക്ക് നോക്കുമ്പോൾ? അപ്പോൾ ഞാൻ പൊതുവേ ഇപ്പൊ ബ്രാൻഡ്സ് ഒക്കെ ചെയ്യുന്ന ഒരു വലിയൊരു ഫോൾട്ട് ആയിട്ട് ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ ബ്രാൻഡ്സ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ യോഗി എന്നെ കൺസൾട്ട് ചെയ്യാണ്, ഇങ്ങനെ ഒരു ബ്രാൻഡ് ഉണ്ട്. ഞാൻ ഏത് ബ്രാൻഡ് പിച്ച് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം പറയും, ഞാൻ എൻ്റെ ഒരു കോൺസെപ്റ്റും എൻ്റെ ഒരു കോണ്ടന്റ് ഐഡിയാസ് ഉണ്ട്, അതിൽ നിന്ന് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പക്കാ വ്ളോഗിങ് ടൈപ്പ് വീഡിയോസ് അല്ല എൻ്റെത് ചെയ്യുന്നതല്ല. പക്ഷെ എനിക്ക് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നം ഉണ്ടായിട്ടല്ല, പക്ഷെ എൻ്റെ ഓഡിയൻസ് അത് അക്സെപ്റ്റ് ചെയ്യില്ല. അത് ചിലപ്പോൾ ബ്രാൻഡിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാൻഡിൽ അത് കുഴപ്പമില്ല, പക്ഷെ ഞങ്ങളെ എല്ലാ പോയിന്റ്സും ഇൻക്ലൂഡ് ചെയ്യണം എന്നാലേ കാര്യം ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കോണ്ടന്റിനെ കംപ്ലീറ്റ്ലി പൊളിച്ചിട്ട് പുതിയൊരു കോണ്ടന്റിലേക്ക് വരും. അപ്പോൾ ഞാൻ ഹാപ്പി ടു ഡു ദാറ്റ് ആണ്. ഭയങ്കര സുഖമാണ് എനിക്ക് ചെയ്യാൻ, ഒന്ന് ഇതൊന്നും ആലോചിക്കൊന്നും വേണ്ട. പക്ഷെ അത് തിങ് ഈസ് ഓഡിയൻസിലേക്ക് റീച്ച് ഭയങ്കര കുറവായിരിക്കും. ഞാൻ ഇപ്പൊ റീസെന്റ് ചെയ്തൊരു ആഡിന്റെ കാര്യം, മേഴ്സ്ലീസ് ഐസ്ക്രീമിന് വേണ്ടിയിട്ട് ഒരു ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ദ തിങ് ഈസ് അവരെന്നോട് പറഞ്ഞു, അത് വേറൊരു മാർക്കറ്റിംഗ് ഏജൻസിയാണ് എന്നെ കോൺടാക്ട് ചെയ്തത്. പറഞ്ഞു ഇല്ല, ക്യാമറ വീഡിയോസ് ഒന്നും വേണ്ട, ഫോണിൽ സാധാ പോലെ എടുത്താൽ മതി. പക്ഷെ എന്റെ മൈൻഡിൽ എന്ന് വെച്ചാൽ അതിന് മുന്നേ ഒരു 3-4 ബ്രാൻഡിൽ വർക്ക് ചെയ്തപ്പോൾ അവർ ക്യാമറ തന്നെ വേണം ഇങ്ങനെയൊക്കെ കുറെ പറഞ്ഞതുകൊണ്ട് പിന്നെ അവരെ മാറ്റി ഇടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ആ ഒരു സാധനം മനസ്സിലുള്ളതുകൊണ്ട് ഞാൻ എന്തൊക്കെയാ അവരോട് പറയാണ്ട്, ഞാൻ ക്യാമറയിൽ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടൊക്കെ എടുത്ത് അയച്ചു കൊടുത്തപ്പോ തന്നെ ഇതെന്തിനാണ് ഇങ്ങനെ എടുത്തത്? ഞാൻ എന്റെ ഒരു ദിവസം മൊത്തം ഇതാക്കിയിട്ടാണ്. ഇല്ല പറ്റില്ല, ഇപ്പൊ വേണേ ഒരു 10 minutes തരാം, ഈ സമയം ഫോണിൽ എടുത്താൽ മതി. ഫോണിലെടുത്തു. ആള് പറഞ്ഞ മാതിരി തന്നെ ഞാൻ ആ സെയിം കോണ്ടന്റ്, പക്ഷെ അത്ര പ്രൊഫഷണൽ അല്ലാണ്ട് കുറച്ചും കൂടെ സിമ്പിൾ ആക്കി ഞാൻ സാധാ പോലെ ചെയ്യുന്ന രീതിയിൽ ഒരു വീഡിയോ എടുത്തു. അത് എനിക്ക് more than half an hour എടുത്തിട്ടില്ല എനിക്ക് ആ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അത് 1 day 1 million ആയി. ബ്രാൻഡ് വീഡിയോ ആണ്. അങ്ങനെയല്ല, ക്യാമറ ഫോണിന്റെ അല്ല ഞാൻ പറഞ്ഞത്. ഞാൻ കുറച്ചുകൂടെ പ്രൊഫഷണൽ ആയിട്ട് ഭയങ്കര ആംഗിൾ ഒക്കെ പിടിച്ച് അങ്ങനെയൊക്കെ എടുത്തു. പക്ഷെ ലൈക്ക് ഇൻസ്റ്റാഗ്രാം ഓഡിയൻസ് ഇസ് വെരി ഡിഫറെന്റ്. അവർക്ക് അങ്ങനത്തെ വീഡിയോസ് വേണ്ട. അവർക്ക് ഭയങ്കര റിലേറ്റബിൾ ആയിരിക്കണം, ഭയങ്കര ഫ്ലെക്സിബിൾ ആയിരിക്കണം, മനസ്സിലാവണം. അപ്പോൾ ഞാൻ ഏത് ബ്രാൻഡ് വരുമ്പോൾ ഞാൻ ആദ്യം ഒന്നാമത് എൻ്റെ എന്ന് വെച്ചാൽ ഞാൻ ഒരു മന്ത്ലി ഇത്ര ബ്രാൻഡ്സ് എടുക്കും അങ്ങനെയൊന്നുമില്ല. എനിക്കിപ്പോൾ ഒരു മന്തിൽ ഒരു ബ്രാൻഡ് ഇല്ലെങ്കിലും ഫൈൻ. എനിക്കത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ബ്രാൻഡ്സിന്റെ വീഡിയോ എടുത്ത് ഓഡിയൻസിനെ മടിപ്പിക്കുക എന്നുള്ളതൊരു അത് ചില ക്രിയേറ്റേഴ്സ് എങ്ങനെ വെച്ചാൽ ഈ ഓണത്തിനൊക്കെ നമുക്ക് കാണാൻ പറ്റി. ഞാൻ എപ്പോഴും പറയും, എനിക്ക് മാത്രമേ അങ്ങനെ ഇല്ലാത്തുള്ളൂ. ഓണത്തിനൊക്കെ ക്രിയേറ്റേഴ്സ് ഡെയിലി ബ്രാൻഡ് കൊളാബ്സ് ചെയ്യുന്നത് എനിക്കെന്തോ ഒന്നും വന്നിട്ടില്ലല്ലോ. ഇതൊന്നും വന്നിട്ടുണ്ടാവും, പക്ഷെ ഞാൻ അധികം റിജക്ട് ചെയ്ത് ഒഴിവാക്കിയതായിരിക്കും. പിന്നെ എനിക്കാണ് കൂടുതലും ഫാഷൻ ലൈഫ് സ്റ്റൈൽ ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങനത്തെ കുറെ അവർക്ക് അവരുടെ ഓഡിയൻസ് അങ്ങനത്തെ ഓഡിയൻസ് ആണല്ലോ. അപ്പോഴും ഇപ്പൊ ഒരു ലൈക്ക് ഇടവിട്ടെങ്കിലും ഇടുന്നത് നല്ലതാണ്. അവരുടെ ഒറിജിനൽ കോണ്ടന്റ് ഇല്ലെങ്കിൽ അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റണം അവരുടെ കോണ്ടന്റ്. അൾട്ടിമേറ്റ്ലി എല്ലാം ബ്രാൻഡ് പ്രൊമോഷൻ ആണെന്ന് ഓഡിയൻസിന് മനസ്സിലാവും. അത്ര പൊട്ടന്മാരൊന്നും അല്ലല്ലോ നമ്മൾ ഓഡിയൻസ്. അതൊക്കെ മനസ്സിലാവും, പക്ഷെ ആഡിലും കണ്ടിരിക്കാന്നുള്ളതൊരു ചില ആൾക്കാർ വന്ന് കമന്റ് ചെയ്യലോ ആഡ് അടിപൊളിയായില്ല, ആഡാണ് മനസ്സിലായില്ല എന്നൊക്കെ പറയുന്ന കുറെ ക്രിയേറ്റേഴ്സ് ഉണ്ട്. അങ്ങനെ അടിപൊളിയായിട്ട് ചെയ്യുന്ന കുറെ ക്രിയേറ്റേഴ്സ് ഉണ്ട്. ഡയറക്ഷൻ ആണോ ഷൂട്ടിംഗ് ആണോ ഇഷ്ടം? എങ്ങനെയാണ് അതിന്റെ ഒരു വേറെ ആൾക്കാരെ ഡയറക്ട് ചെയ്തിട്ടുണ്ടോ ഇതിനു മുന്നേ? ഞാൻ ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേഡിയത്തിന് വേണ്ടിയിട്ട് വീഡിയോസ് ഡയറക്ട് ചെയ്യലുണ്ട്. ഞാൻ തന്നെയാണ് മീഡിയ സൈഡ്. നമുക്ക് ആൾക്കാരുണ്ട്, സ്റ്റാഫ് ഉണ്ട്, ബട്ട് ദ തിങ് ഈസ് ഞാനാണ് ഹെഡ് ചെയ്യണത്.
അപ്പൊ അതിൽ ഡയറക്റ്റ് ചെയ്യും പരിപാടികളൊക്കെ ചെയ്യലുണ്ട്. പക്ഷെ ഭയങ്കര പെർഫെക്ഷൻ ഒന്നും ആയിട്ടില്ല. എനിക്ക് ഇഷ്ടമാണ്. അല്ല പക്ഷെ രസമാണ് അത് ചെയ്യാൻ വേണ്ടിട്ട് ഭയങ്കര രസമാണ്. കാരണം നമുക്കിങ്ങനെ പറഞ്ഞു കൊടുത്താൽ പോലെ അഭിനയിക്കണ്ടല്ലോ. അതെ, അതുകൊണ്ട് നല്ല സുഖമാണ് അത് കേട്ടോ. പക്ഷെ എനിക്കിപ്പോ ഞാൻ ഇപ്പൊ റീൽസ് ഒക്കെ എടുക്കുവാണെങ്കിലും ഞാൻ എടുക്കുമ്പോൾ എന്റെ ക്യാമറയും ഞാനും മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ആ ചുറ്റും ഒരാളുണ്ടാവില്ല, ഒരാൾ നോക്കി നിൽക്കാൻ പോലെ ഒരാളുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റൂല. അതിങ്ങനെ ഒന്ന് മാറിക്കോ, ഞാൻ അതൊന്നും ചെയ്ത് തീർത്തിട്ട് വരാം, അങ്ങനെ ഒരു ശരിക്കും പറഞ്ഞാൽ അതെനിക്ക് ഭയങ്കര നെഗറ്റീവായിട്ട് ബാധിച്ചത്. ഇപ്പൊ റീസെന്റ് ഒരു ആഡ് ഷൂട്ട് ഉണ്ടായിരുന്നു. ആഡ് ഷൂട്ടിന് പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കൊറേ ആൾക്കാര്. അപ്പൊ എനിക്കിങ്ങനെ ചെയ്യുമ്പോ ഞാൻ ഇങ്ങനെ ഫുൾ കോൺഷ്യസ്, എന്റെ കണ്ണിങ്ങനെ പോവും എന്താ ചെയ്യാ, ഞാൻ പറയുന്ന ഡയലോഗ് ശരിയാവുണ്ടോ. അപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു 10 റീടേക്ക് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ റീടേക്ക് ഒക്കെ പോകുമ്പോ ഓരെന്താ വിചാരിക്കാനെ പറ്റിട്ട് അപ്പൊ എന്റെ കണ്ണിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകുന്നത്. അത് നെഗറ്റീവായിട്ട് ബാധിച്ചത് ഇപ്പോഴാണ്. ഇപ്പൊ ഞാൻ കുറച്ചും കൂടെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ആൾക്കാരുണ്ടെങ്കിലും കുഴപ്പമില്ല, നമുക്ക് വീഡിയോ എടുക്കാന്നുള്ള ഒരു മൂഡിലായിപ്പോ. ഇല്ല അങ്ങനെയൊന്നുമില്ല, ഇറങ്ങിയിട്ടില്ല. ഏത് ആടാന്ന് ചിലപ്പോ ഇറങ്ങുമ്പോഴല്ലേ അറിയുള്ളൂ. പ്രൊഡക്റ്റ് ഏതാ? പ്രൊഡക്റ്റ് അല്ല, ഒരു ഇക്ര ഹോസ്പിറ്റലിന് വേണ്ടിട്ട്. ഹോസ്പിറ്റൽ തന്നെയാണെന്നല്ലേ? ഓക്കെ. ലൈക്ക് അത് സീരിയസ് ആണോ? സീരിയസ് അല്ല, അതൊരു ഡയറക്ടർ ചെയ്തതാണ്. ഓക്കെ, പ്രൊഫഷണൽ ഡയറക്ടർ ചെയ്തതാണ്. അല്ല സീരിയസ്. ഞാൻ കുറച്ച് റിഷ് ആയിട്ടാണ് വീഡിയോ. റിഷ് ഞാനും ഒരുമിച്ച് ചെയ്തത്. റിഷിനാണെങ്കിൽ റിഷിനെ പോലത്തെ ഒരു ഫൺ ക്യാരക്ടർ, എനിക്ക് കുറച്ച് സീരിയസ് ആയിട്ട് ഒരു ക്യാരക്ടർ, എനിക്ക് തീരെ ഞാനല്ലാത്തൊരു ക്യാരക്ടർ. അങ്ങനെ റിഷ് നല്ല കോമഡി ആയിരുന്നു അതില്. ഭയങ്കര സീരിയസ് ക്യാരക്ടറായി പോയതല്ലേ. കൊള്ളാം, നല്ല ഇതാണ്. പിന്നെ വിക്രം വിചാരിച്ച എങ്ങനെയാണ് ഹസ്ബൻഡ് എങ്ങനെ മീറ്റ് ചെയ്തത്? ലൈക്ക് നിങ്ങളെ എങ്ങനെയാണ് മീറ്റ് ചെയ്തത്? അങ്ങനത്തെ ഒരു സ്റ്റോറി അറിയാൻ താല്പര്യം ഉണ്ടായിരുന്നു. മൊത്തത്തിൽ എല്ലാവർക്കും ഉണ്ടാവില്ല, ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവില്ല ഇൻസ്റ്റാഗ്രാമില്. ഇങ്ങനെ ഷോർട്ട് ആയിട്ടൊക്കെ ഒരു ലോങ് സ്റ്റോറി ഷോർട്ട്. കോളേജിലെ സീനിയർ ആയിരുന്നു. അപ്പൊ ഇങ്ങനെ കണ്ടു, ഇഷ്ടപ്പെട്ടു. അപ്പൊ കോണ്ടന്റ് ചെയ്യുന്ന ടൈമിലാണോ? അല്ല 2015 അത്രയും ഞാനൊന്ന് ഇൻസ്റ്റാഗ്രാമിനെ പറ്റി ഒന്ന് ആലോചിച്ചിട്ട് പോലും ഇല്ല. ആ സമയത്ത് കണ്ടതാ. കണ്ടു, ഇഷ്ടപ്പെട്ടു. പിന്നെ ഇപ്പൊ കോണ്ടന്റിൽ രണ്ടാളും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കോണ്ടന്റ് മറ്റേ ആ ഫോട്ടോന്റെ ഒരു സാധനം ചെയ്തല്ലേ ഈ റീസെന്റ്, അത് കാശ്മീരിൽ ഈ 90s ആൾക്കാരുടെ അയ്യോ അത് കണ്ടിട്ട് ടെൻഷൻ ആയിരുന്നില്ല. അത് ആക്ച്വലി ഇന്നലെ ഞാൻ ഫുഡ് കഴിക്കാൻ പോയ സമയത്ത് പീപ്പിൾ ജെന്യുവൻലി ഇഷ്ടമായി ഈ വീഡിയോസ് പറയുന്നത്. നമ്മളൊരു ബൊക്കെ വാങ്ങണമെന്ന് താഴ്ന്നു, പക്ഷെ വാങ്ങാൻ ലേറ്റ് ആയി പോയി, അതുകൊണ്ട് സാധനം എത്തിക്കാൻ പറ്റിയില്ല. ഒരു ഇന്റർവ്യൂക്ക് ഇന്റർവ്യൂവിന്റെ ഇടയിലാണ് ബൊക്കെ കൊണ്ടുതരാനുള്ള ആള് വിളിക്കുന്നത്. ബൊക്കെ വേണോന്ന് ചോദിച്ച പുള്ളിയോട് ഞാൻ പറഞ്ഞ 11 മണിക്കൊക്കെ വേണം. 11:30 പുള്ളി വിളിച്ചിട്ട് പറയും ബൊക്കെ വേണം. ഇതൊക്കെ ജ്യൂസിൽ ഒതുക്കാല. ജ്യൂസിൽ ഒതുക്കാം ഞാൻ പറയും. പക്ഷെ നമ്മള് എന്താ പറഞ്ഞിരുന്ന ഈ ഫോട്ടോന്റെ എങ്ങനെയാണ് ജെന്യുവൻലി ആൾക്കാർ? അതായത് ഞാൻ ഇന്നലെ ആക്ച്വലി ഫുഡ് കഴിക്കാൻ പോയി തിരിച്ചു വരുമ്പോൾ അതിൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ ഓണർ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഭയങ്കര വീഡിയോസ് അങ്ങനെ കാണില്ല, പക്ഷെ എനിക്ക് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമായി വീഡിയോസൊക്കെ. ലാസ്റ്റ് പോയപ്പം ആ വീഡിയോയിൽ അത് ഇങ്ങനെ ചെയ്തിട്ട്, ദാറ്റ് ഈസ് ആ വീഡിയോ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു തരും എനിക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര ശ്രദ്ധ. ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങുമ്പോഴൊക്കെ അല്ലെങ്കിൽ എന്ത് രസം. അതായത് ഭയങ്കര ജെന്യുവൻലി ആളെന്നോട് ആൾക്കാർ പറയാറുണ്ട്. പക്ഷെ വീഡിയോ ഒക്കെ എടുത്ത് ആ വീഡിയോ തന്നെ അതും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഓരോ ഫോട്ടോ പോസ് എനിക്ക് ഇങ്ങനെയൊക്കെ നോക്കുന്ന ഒരു പോസല്ലേ ശരിക്കും. അത് പെട്ടെന്ന് കിട്ടിയ ഐഡിയ. കാരണം നമ്മുടെ കോസ്റ്റ്യൂം അങ്ങനെയായിരുന്നു. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇതേപോലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക് രാവിലെ എണീറ്റ് പോകും. അപ്പൊ ഞാൻ ഈ ഡ്രസ്സൊക്കെ കാണുമ്പോ എനിക്ക് പഴയ ഒരു ആൽബൊക്കെ ഓർമ്മയുണ്ട്. അപ്പൊ ഉണ്ടായ ഒരു കൺസെപ്റ്റ് അപ്പൊ ചെയ്തതാ, പെട്ടെന്ന് ചെയ്തതാ. ആരാ വീഡിയോ എടുത്ത് തന്നെ? അത് അല്ല, നമ്മുടെ കൂടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ. വീഡിയോ എടുക്കുന്നത് ഹസ്ബൻഡ് ആക്ച്വലി നമ്മൾ കൂടെ പഠിച്ചത് 2015 പരിചയപ്പെട്ടത്. ആ സമയത്ത് വിൽക്കാൻ അറിയുന്ന ആൾക്കാരുണ്ടാവില്ല. അവരിപ്പൊ കാണുമ്പോൾ പറയും ആള് കുറച്ച് സ്ട്രോങ് ആയിട്ട് ഒരു വില്ലൻ ക്യാരക്ടർ ആയിരുന്നു കോളേജിൽ. അപ്പൊ ആ വില്ലനാണ് ഇപ്പൊ എന്റെ കൂടെ ഇങ്ങനെ ഫണ്ണായിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ എല്ലാരും പറയും എന്തൊരു മാറ്റായി, എങ്ങനെ ഇങ്ങനെ മാറ്റിയെടുത്തതൊക്കെ. ഞാൻ മാറ്റിയത് എടുത്തിട്ടില്ല. പീപ്പിൾ ചേഞ്ച് റൈറ്റ്. ഒരു സമയം കഴിയുമ്പോൾ ആൾക്കാർ മാറും. ഏജ് എന്നല്ല, മൊത്തത്തില് നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിട്ട്. ഞാൻ അന്നും കൂടെ ഉണ്ടായിരുന്നു. വില്ലൻ എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ കൂടെ ഉണ്ടായിരുന്നു. അന്ന് വലിയ മാറ്റം. ഒരു സമയത്തുമ്പോ ആള് മാറുമല്ലോ. ഇപ്പോഴെല്ലാരും പറയും എന്നാലും ആ മാറ്റം വിശ്വസിക്കാൻ പറ്റണില്ല എന്ന് പറയും ആൾക്കാര്. പിന്നെ ഡാൻസ് സ്റ്റെപ്പിന്റെ വീഡിയോ അല്ലേ ഇങ്ങനെ
ഇങ്ങനെ സ്റ്റെപ്പ് കല്യാണത്തിന് സമയം എടുത്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ സീനാണ്. ഓ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ പറയുമ്പോ രാത്രിയൊക്കെ ഉറങ്ങുമ്പോ ഇതൊക്കെ ആലോചിച്ചിരിക്കല്ലോ എന്താണ്. അല്ല എനിക്ക് അതായത് നമ്മള് അതിപ്പോ യോഗിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോ യോഗി എന്റെ അങ്ങനെ പറഞ്ഞില്ലേ, ഓക്കെ സെറ്റാണ്. നെക്സ്റ്റ് ടൈം എന്നെ മീറ്റ് ചെയ്യുമ്പോഴായിരിക്കും അന്ന് എന്നെ അപ്രീഷിയേറ്റ് ചെയ്ത ആളെന്നല്ലേ. ആ ഒരു സാധനം എനിക്കുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പീപ്പിൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ. അതേപോലെ പക്ഷെ ക്രിറ്റിസിസം ഞാൻ ഭയങ്കര ഡൗൺ ആവുകയാണ് ആ സീന്. കാരണം എനിക്ക് വരല് ഭയങ്കര കുറവാ, വളരെ റയറാണ്. അതായത് എനിക്കിപ്പോ കൂടിപ്പോ എനിക്ക് എണ്ണി പറയാൻ പറ്റുന്ന 2-3 വന്നിട്ടുണ്ടാവുള്ളൂ. പക്ഷെ അതെനിക്ക് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും. ഞാനിങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ ഈ വീഡിയോ ഇടൂല എന്ന് പറയാൻ എന്നെ അങ്ങനെ പറഞ്ഞില്ലേ. എനിക്ക് ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുവാണെങ്കിൽ അതൊക്കെ മൈൻഡ് ആക്കണ്ട, മൂവ് ഓൺ ചെയ്യണം, അതൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സിമ്പിൾ ആയിട്ടൊക്കെ പറയാം. പക്ഷെ അത്ര സിമ്പിൾ അല്ല. എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. അതായത് നമ്മളൊരു കോണ്ടന്റ് വന്നിട്ട് ഇടുന്നത് നമ്മൾ അത്ര ഇഷ്ടമായി, അതായത് നമ്മൾ ചിലപ്പോ ഒരു 2-3 തവണ കാണും, പിന്നെ നമ്മുടെ ഫ്രണ്ട്സിന് കാണിച്ചു കൊടുക്കാറുണ്ടാവും. എല്ലാവർക്കും കാണിച്ചു കൊടുക്കും. ഞാൻ എല്ലാവരും എന്നെ ഇഷ്ടപ്പെടണമെന്ന് ഒരിക്കലും ഞാൻ വാദിക്കൂല. പക്ഷെ എന്ന് വെച്ചാൽ ചില സമയത്തുണ്ടല്ലോ ആൾക്കാർ മനഃപൂർവ്വം നമ്മളെ ഹേർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ക്രിട്ടിക് കമന്റ്സ് ഒക്കെ ഇടുന്നത്. ക്രിട്ടിക് എന്ന് മാത്രമല്ല, അതായത് നമ്മളെ വേദനിപ്പിക്കുന്ന. ഞാൻ ഇങ്ങനെ എന്റെ വീഡിയോസിൽ കുറവാന്ന് ഇല്ല, പക്ഷെ ഞാൻ ഇങ്ങനെ ചില ക്രിയേറ്റേഴ്സിന്റെ വീഡിയോസിന്റെ അടിയിലേക്ക് ഭയങ്കര കമന്റ് ഞാൻ എങ്ങനെയാ പറയുമ്പോ നല്ല സുഖല്ലേ. സ്ക്രീനിന്റെ ഉള്ളിലിരുന്ന് വെറുതെ ടൈപ്പ് ചെയ്യുക. ആ സ്ക്രീനിന്റെ ഉള്ളിലുള്ള ആള് റിയൽ ലൈഫിൽ ശരിക്കും അത് സഫർ ചെയ്യുന്നുണ്ടാവില്ല. എനിക്ക് ഭയങ്കര വിഷമമുള്ള ഒരു കാര്യം. ഞാൻ കുറെ ആലോചിക്കും, പാവം ഒരു ഇന്ന് രാത്രിക്ക് ഒരു എങ്ങനെ ഉറങ്ങും ഒരു സമാധാനത്തിൽ. എല്ലാവരും കുറ്റപ്പെടുത്തുന്നുണ്ടാവും. വിചാരിച്ചത്ര ഈസി അല്ല അത്. എനിക്കൊരു 2 കമന്റ് ഞാൻ പറഞ്ഞ ഒരു എന്നെ പറഞ്ഞ ഈ 4 വർഷത്തിൽ 2-3 പ്രാവശ്യം വന്നിട്ടുണ്ടാവുള്ളൂ. അതന്നെ ഞാൻ കുറെ സമയം എടുത്തിട്ട് ഞാൻ ചിലപ്പോൾ ആൾക്ക് പേഴ്സണലി മെസ്സേജ് ഒക്കെ ചെയ്യും. എന്റെ ജെന്യൂനിറ്റി ഇതാക്കാതല്ല, ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചത്, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, അങ്ങനെ ആവശ്യമില്ല ആക്ച്വലി. പക്ഷെ അതായത് എന്റെ ഒരു സമാധാനത്തിനോട് ഞാൻ അതൊക്കെ ചെയ്യും. ഇൻസ്റ്റാഗ്രാമിന്റെ മീറ്റപ്സിനൊക്കെ പോയിട്ടുണ്ടോ? അതുപോലെ ഇൻസ്റ്റാഗ്രാമിന്റെ ഇൻവൈറ്റ് വന്നിട്ട് പോയിട്ടുണ്ടോ? ഇൻസ്റ്റാഗ്രാമിന്റെ അങ്ങനെ ഒരു ഇവന്റിന്റെ പരിപാടിക്ക് പോകാൻ പ്ലാൻ, അതായത് കൊച്ചിയിൽ ഒരു ഇവന്റ് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല. ഞാൻ യൂഷ്വലി അങ്ങനെ ഒരു ക്രിയേറ്റർ മീറ്റപ്പിനൊക്കെ പോലും ഭയങ്കര കുറവാണ്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ എനിക്ക് അത്യാവശ്യം കുറെ ഫ്രണ്ട്സും കാര്യങ്ങളും, അതായത് നമ്മൾ കുറെ കാലമായിട്ട് പരിചയമുള്ള ആൾക്കാർ. എനിക്കിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പുതിയ ആൾക്കാരെ പോയിട്ട് പുതിയ എന്ന് വെച്ചാൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ കണക്ഷനുള്ള കുറെ ക്രിയേറ്റേഴ്സ് ഉണ്ട്. അവരൊക്കെ ആയിട്ട് ഇടയ്ക്കൊക്കെ എന്നെ മീറ്റ് ചെയ്യലുണ്ട്. പക്ഷെ ഒരു പെട്ടെന്ന് ഒരു ക്രിയേറ്റർ ഗ്രൂപ്പിലേക്ക് എനിക്ക് പോകുമ്പോൾ എനിക്കൊന്നും സംസാരിക്കാൻ പറ്റൂല. അതായത് നമുക്ക് അറിയാത്ത ആൾക്കാരാണ്. വെറുതെ നമ്മള് ഇല്ലാത്തത് ഉണ്ടാക്കി കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ വാന്നൊക്കെ അങ്ങനത്തെ എനിക്ക് ഭയങ്കര ചമ്മലാണ്. അതുകൊണ്ടാ പോകാത്തത്. ഇങ്ങനെ കുറെ ആൾക്കാർ ഡയറക്റ്റ്, ഒരാളൊക്കെ ആണെങ്കിൽ ഞാൻ ഡയറക്റ്റ് പോയി മീറ്റ് ചെയ്യുന്നത്, കുറെ ആൾക്കാരെ മീറ്റ് ചെയ്യലുണ്ട്. ഇപ്പോൾ നമ്മളൊരു ഇത് ചെയ്തിരുന്നില്ല, ഫ്രാൻസിസ് ആലുക്കാസിന്റെ. നമ്മളെ എങ്ങനെയായിരുന്നു? നമ്മളങ്ങനെ ഒന്നും എക്സ്ട്രാ ഒന്നും പറഞ്ഞില്ലല്ലോ അല്ലെ? ആ വീഡിയോ നല്ല കോൺസെപ്റ്റ് ആയിരുന്നു. അമ്മനെ വീഡിയോ കോൾ ചെയ്യുന്ന മൊത്തത്തില് എല്ലാ വീഡിയോസും നോക്കുമ്പോ ഒരു അടിപൊളി വീഡിയോ ആയിരുന്നു അത്. നമുക്ക് ഭയങ്കര ഹാപ്പിയാണ് വീഡിയോസ് ചെയ്യുന്നുള്ളൂ. അതുകൂടെ ഫ്രണ്ട്സ് സർക്കിള് എങ്ങനെയാണ് ഫ്രണ്ട് സർക്കിൾ എങ്ങനെ? നിറയെ ആൾക്കാരാണോ താല്പര്യമില്ല, ഒരു ക്ലോസ്ഡ് സർക്കിൾ ആണോ? എനിക്ക് എന്ന് വെച്ചാൽ പണ്ട് മുതലേ, അതായത് എൻ്റെ വീട്ടുകാർ പണ്ട് മുതലേ കുറേ ഫ്രണ്ട്സുള്ള ഒരാളാണെന്ന് പറയും. അതുകൊണ്ടാണ് ഈ ഇങ്ങനെ ആയിപ്പോയത് എന്നൊക്കെ പണ്ട് പഠിക്കാത്ത സമയത്തൊക്കെ പറയായിരുന്നു. പക്ഷെ എനിക്ക് എങ്ങനെയാന്ന് വെച്ചാൽ വലിയ സർക്കിൾ ഇഷ്ടമുള്ള ആളാ. പക്ഷെ അതിൽ തന്നെ എനിക്കൊരു ക്ലോസ് അതുണ്ടാവുമല്ലോ. ഒബ്വിയസ്ലി 30 ആളൊക്കെ ഉണ്ടാവുമ്പോ ഒരു 3-4 ആൾ എപ്പോഴും ക്ലോസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെ ഉണ്ട്. എനിക്ക് വലിയൊരു സർക്കിൾ ഉണ്ട്. അതിൽ ഒരു കുറച്ച് ആൾക്കാർ എൻ്റെ ഭയങ്കര ക്ലോസ് ടു ഹാർട്ട്സ് ആൾക്കാരുണ്ട്. അത് എല്ലാവർക്കും ഉള്ള പോലെ എനിക്കിഷ്ടമാണ് കുറെ. എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ഇതേപോലെ ഞാൻ കുറച്ചുകൂടെ സെലിബ്രേഷൻ്റെ ആണ്. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കും. ഓക്കെ, ആ പരിപാടി ബർത്ത്ഡേ അത് ഇതൊക്കെ ഞാൻ വെറുതെ പരിപാടികൾ ഉണ്ടാക്കുന്ന ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഇഷ്ടമുള്ള ആൾക്ക് കുറെ ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ പിന്നെ പരിപാടി ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ, ആരും ഉണ്ടാവില്ല. അങ്ങനെ കുറെ ആൾക്കാർ വേണം, പരിപാടികൾ വേണം. എന്റെ കല്യാണം തന്നെ അങ്ങനെയായിരുന്നു ആക്ച്വലി. എന്റെ നിക്കാ 2020 കഴിഞ്ഞതാ. അപ്പൊ റീസെന്റ് അപ്പൊ എനിക്ക് എന്റെ അന്ന് കൊറോണ ആയതുകൊണ്ട് ഫ്രണ്ട്സിനെ ഒന്നും ഇൻവൈറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഫ്രണ്ട്സ് ഒക്കെ ഒരു പരിപാടി വേണം, കുറെ സെലിബ്രേഷൻ വേണം. 4 വർഷം പ്ലാൻ ചെയ്തിട്ടാണ് ഇപ്പൊ വളരെ റീസെന്റ് എന്റെ കൂടെ പഠിച്ചില്ലായിരുന്നു. എനിക്ക് ഇത്രയും കാലം ക്ലോസ് ആയിട്ടുള്ള എല്ലാരും വേണമെന്നുണ്ടായിരുന്നു. ഒരു 4-5 ആളെ മിസ് ഔട്ട് ആയിട്ടുള്ളൂ, ബാക്കി എല്ലാരും പരിപാടിക്ക് ഉണ്ടായിരുന്നു. ഫോറിൻ ട്രിപ്സ് ഒക്കെ പോകാറുണ്ടോ? ട്രാവൽ ചെയ്യാന്ന് വെച്ചാൽ
ഇപ്പം ഒരുപാട് ട്രിപ്സ് ഒന്നും പോയിട്ടില്ല. പോയ ട്രിപ്സ് ഒക്കെ എന്ന് വെച്ചാൽ ഇപ്പം അസർബൈജാൻ പോയിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയ സ്ഥലങ്ങൾ കൂടുതലും പോലും ഇപ്പം മണാലി സ്ഥിരമായിട്ട് പോണ സ്ഥലം എന്ന് വെച്ചാൽ ഒന്ന് ഗേൾസ് ഓൺലി ട്രിപ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പോകാറുണ്ട്. അല്ലാണ്ട് പിന്നെ കശ്മീർ പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ കുഞ്ഞു കുഞ്ഞു ട്രിപ്സ് ദാറ്റ് ഇസ് സത്യം പറഞ്ഞാൽ 2 months കൂടുമ്പോൾ എവിടെയൊക്കെ പോവലുണ്ട്. പക്ഷെ അതൊന്നും ഇങ്ങനെ ഭയങ്കര ദൂരെ കുറേ മറ്റേ എന്താ പറയുക ഫോറിൻ അങ്ങനത്തെ ട്രിപ്സ് അല്ല. പക്ഷെ ഇനി അങ്ങനെ പോകണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ഒരു മാറ്റി പിടിക്കണമല്ലോ, സമയമായി എന്ന് വിചാരിക്കുന്നത് കുറെ ഫോറിൻ ട്രിപ്പ് ഒക്കെ ചെയ്യാൻ വേണ്ടി. ഇതിന്റെ അകത്തപ്പോ കോണ്ടന്റ് ഇപ്പൊ ചെയ്യുന്നില്ല. ഇപ്പൊ ഫോറിൻ ട്രിപ്പ് ആണെങ്കിൽ എല്ലാം അതായത് വേറൊരു ലൈഫ് സ്റ്റൈൽ അങ്ങനെ ചെയ്യണമെന്ന് താല്പര്യമുണ്ടോ? വേറൊരു പ്രൊഫൈൽ ഉണ്ടോ? അങ്ങനെ ബിൽഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? അങ്ങനെ ഇപ്പൊ ട്രാവൽ ചെയ്യുന്ന ആളാണെങ്കിൽ അങ്ങനെ ചെയ്യാറുണ്ടല്ലോ കുറച്ചും കൂടി ഒരു ലൈഫ് സ്റ്റൈലിലോട്ട്. ഞാൻ ഇപ്പൊ റീസെന്റ് കശ്മീർ പോയ സമയത്ത് ഞാൻ അവിടെ കണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട്, പക്ഷെ അത് ഭയങ്കര ഒരു വ്ളോഗൊന്നും അല്ല, എന്നാൽ ഒരു കുറച്ചും കൂടെ ആൾക്കാർക്കൊക്കെ രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. യൂട്യൂബിലല്ല, ഇൻസ്റ്റാഗ്രാമിലല്ല, എന്റെ പ്രൊഫൈലിൽ തന്നെ ചെയ്തത്. ദാറ്റ് ഇസ് യൂഷ്വലി ചെയ്യുന്ന കോണ്ടന്റ് ഡിഫറെന്റ് ആയിട്ട് ചെയ്തത്. പക്ഷെ അത് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ് അതിന്റെ ഒരു ഫൺ പാർട്ട്. അല്ല, ഭയങ്കര ഫണ്ണി ഒന്നും ഇരുന്നില്ല, പക്ഷെ എന്തെങ്കിലും ഒരു ഫൺ പാർട്ട് ചെറിയത് ഇന്റഗ്രേറ്റ് ചെയ്യും. പക്ഷെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് നടന്ന കാര്യങ്ങളെല്ലാം കൂടെ നടന്നിട്ട് ഒരൊറ്റ വീഡിയോ ഞാൻ ചെയ്തു. പക്ഷെ അത് എനിക്കിപ്പോഴും മനസ്സിലായത് പീപ്പിൾ അക്സെപ്റ്റഡ്. പീപ്പിൾ അത് ഭയങ്കര എന്ന് വെച്ചാൽ ആ വീഡിയോക്ക് ഭയങ്കര റീച്ച് ചെയ്തിരുന്നു. കുറെ മെസ്സേജുകൾ വന്നു, ആ വീഡിയോ ഭയങ്കര ഇതേപോലത്തെ വീഡിയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി ട്രാവൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ചെയ്തിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ ലൈക്ക് പീപ്പിൾ അക്സെപ്റ്റ്. ട്രാവൽ ലൈഫ് സ്റ്റൈൽ പറഞ്ഞ ഒരു കാറ്റഗറി ഇല്ല, ഭയങ്കര അടിപൊളിയാണ്. ബ്രാൻഡ്സിനും ഭയങ്കര താല്പര്യമുള്ള ഒരു കാറ്റഗറിയാണ്. പക്ഷെ അങ്ങനത്തെ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരാണോന്ന് എനിക്കറിയില്ല. അങ്ങനത്തെ അതിന് ട്രാവൽ റിലേറ്റഡ് മാത്രം ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതേപോലത്തെ ഒരു വീഡിയോ ആയിരുന്നില്ല. പക്ഷെ നല്ല അത്യാവശ്യം പീപ്പിൾ കുറെ ആൾക്കാർ അത് നല്ല വ്യൂസ് ഉണ്ടായിരുന്നു. ഒരു ദിവസം കൊണ്ടൊക്കെ 2 million. കശ്മീർ എല്ലാരും പോണ സ്ഥലം, ഓക്കെ മേ ബി ചിലപ്പോ അത് ആൾക്കാർക്ക് ഇഷ്ടമാവുണ്ടാവും, അതുകൊണ്ടായിരിക്കാം. അപ്പൊ ഇനി ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് ശരിയാവണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാന്ന് ആലോചിക്കാം. ഇപ്പോൾ എങ്ങനെയാണ് ഒരു മന്ത്ലി എന്തെങ്കിലും അല്ല എങ്ങനെയാണ് ഇപ്പോൾ ബ്രാൻഡ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ നമുക്ക് വെറും ഒരു കോണ്ടന്റ് ക്രിയേറ്റർ മാത്രമാണെങ്കിൽ നമുക്ക് സസ്റ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുമോ? ലൈക്ക് ഫിനാൻഷ്യലി നോക്കുമ്പോൾ എങ്ങനെയാണ്? ഇപ്പൊ ഞാൻ പറയുകയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഡെന്റിസ്റ്റ് ആണെന്ന്. ഇപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഇപ്പോൾ ഈ ഒരു ഇത് ആക്ച്വലി ഭയങ്കര ഒരു ഡെന്റിസ്റ്റിന് എത്ര സാലറി ഉണ്ടാവുന്നതാണ് യോഗീൻ്റെ ഒരു ഇതില്? സ്വന്തം ക്ലിനിക്കല്ല, അല്ല വർക്ക് ചെയ്യാണ്, വേറൊരു ക്ലിനിക്കിൽ വർക്ക് ചെയ്യാണ്. ഒരു ഗസ് ചെയ്താൽ മതി. 40-35. ഓക്കെ, ശരിക്കും എത്ര സാലറി ഉണ്ടാവും? 10,000 to 15,000 ആണ് ഒരു BDS പഠിച്ചിറങ്ങുന്ന ആളെ സാലറി. പക്ഷെ ഇത് ആക്ച്വലി ആർക്കും അറിയില്ല. പിന്നെ ഒരു BDSകാർ ഇത് എവിടെയും പറയൂല. കാരണം എന്ന് വെച്ചാൽ ഇത്രയും കഷ്ടപ്പെട്ട് ലക്ഷങ്ങളൊക്കെ കൊടുത്ത് പഠിച്ചിട്ട് ആൻഡ് വി ആർ വർക്കിംഗ് ഫോർ 10,000 to 15,000 എന്നൊക്കെ പറയുന്നത് ഒരു കുറവാണ് ആക്ച്വലി എല്ലാവർക്കും. പക്ഷെ അത് ആക്ച്വലി ആൾക്കാർക്ക് പറയാൻ മടിയാണ്. എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്താ പിന്നെയും മേബി 20-25 അത്രേ കിട്ടുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണ് ഒരു BDS. ഇപ്പൊ ഞാൻ ആ ഫീൽഡിലായതുകൊണ്ടാണ് BDSനെ പറ്റി പറയണത്. അങ്ങനെ കുറെ കോഴ്സുകൾ ഉണ്ടാവട്ടോ ഇതേപോലെയൊക്കെ ഉള്ള സംഭവങ്ങൾ. അപ്പോൾ ഇതാർക്കും അറിയില്ല. അപ്പൊ എല്ലാരും മനസ്സിലെന്ന് വെച്ചപ്പോ അതന്നെ ചെയ്താൽ പോരെ, ആ ഡോക്ടർ ആണല്ലോ അതന്നെ ചെയ്ത. ഞാൻ ആക്ച്വലി കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയത് അതുകൊണ്ടല്ല കേട്ടോ, അത് ഞാൻ പണ്ടേ തുടങ്ങിയതാണ്. പക്ഷെ ഇതൊരു ഇത് പറയാണ്. പക്ഷെ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ ആലോചിക്കുമ്പോൾ ഒരു വീഡിയോ ചെയ്താൽ ഇതിന്റെ ഡബിൾ കിട്ടും. ഒരു വീഡിയോക്ക് കിട്ടും. അപ്പോൾ ഇപ്പൊ ഞാൻ കണ്ടെടുത്തോളാം ഇപ്പത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് വെച്ചാൽ ഒരു ക്രിയേറ്റർ ഉണ്ടാക്കുന്ന എമൗണ്ട് ഒന്നും ഒരു എന്താ പറയാ ഒരു കുറച്ചുകൂടി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ചില വീഡിയോസിന്റെ ഇടയിൽ കമന്റ് കാണാം, ഞാനിങ്ങനെ ഇത്രയും ക്രിയേറ്റേഴ്സ് ഇത്ര കിട്ടുന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസിന്റെ ഇടയിലൊക്കെ കാണാം, പണ്ട് മുതലേ വല്ല വീഡിയോ ഒക്കെ ചെയ്ത് പഠിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുന്നതാണ്. ലൈക്ക് റിയൽ ആണ് അത് ആക്ച്വലി. ഇത്രയും പ്രൊഫഷണൽ ആയിട്ട് 9 to 5 ജോബ് ചെയ്യുന്നു, എന്നിട്ട് ഇത്രയും സാലറി കിട്ടുന്നുള്ളൂ. അത് ആ വീഡിയോക്ക് അത് ഭയങ്കര ഡിഫറൻസ് ആണ് ആക്ച്വലി. അപ്പൊ എല്ലാ ഫീൽഡിലും അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. നമ്മള് വീഡിയോ ചെയ്യുമ്പോ ആൾക്കാരൊക്കെ വന്ന് പറയൂലേ അവരൊക്കെ ഇപ്പൊ ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, മനസ്സിലായി. പണ്ട് നമ്മള് പിന്നെ ഓന്റെ ഒരു വീഡിയോ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ നമ്മള് കളിയാക്കി ഇരുന്ന ആൾക്കാർ ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ ചെയ്ത ആൾക്കാർ ഇപ്പൊ അവരിപ്പോഴും
പക്ഷെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോ എത്ര കാലം കോണ്ടന്റ് ക്രിയേഷൻ നമ്മളൊരു സമയം കഴിയുമ്പോൾ സാച്ചുറേറ്റഡ് ആവുമായിരിക്കും. അതൊരു കൺസിസ്റ്റന്റ് ഒന്നും അല്ല. എപ്പോഴും ഞാൻ എപ്പോഴും പറയും, ചില ആൾക്കാർ ചോദിക്കും ഞാൻ പഠിത്തമൊക്കെ ഈ വീഡിയോ മാത്രം ചെയ്യുന്നതിൽ കാര്യമുണ്ട്. ഞാൻ ഒരിക്കലും ഞാൻ പറഞ്ഞ പോലെ ഞാൻ ജോബും അതിന്റെ കൂടെ പാരലായിട്ട് പോകാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല എത്ര കാലം എനിക്ക് ഈ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് ഒരു എമൗണ്ട്. അത് പിന്നെ എല്ലാ ജോബും അങ്ങനെയാണല്ലോ, അങ്ങനെയാണ്. അപ്പൊ ഇത് മാത്രം ഡിപ്പെൻഡ് ചെയ്യാന്നുള്ളത് ആക്ച്വലി എനിക്ക് അത്ര സേഫ് ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ സാലറിയും അതും നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഇൻകം ഒക്കെ ആലോചിക്കുന്ന സമയത്ത് ഒബ്വിയസ്ലി ഇത് നല്ലൊരു ഏർണിംഗ് ആണ്. പക്ഷെ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക നമ്മളെ പ്രൊഫഷണലി നമ്മൾ എന്താണോ പഠിച്ചത് അതും കൂടെ പാരലലി കൊണ്ടുപോകുന്നതിലാണ് ഞാൻ പ്രിഫറൻസ് കൂടുതൽ കൊടുക്കുക. ഇപ്പൊ ഈ ബ്രാൻഡ് ബിൽഡ് ചെയ്യൂല, ഇപ്പൊ ഞാനൊരു ടെക് ഇൻഫ്ലുവൻസർ ആണെന്ന് വിചാരിക്കാം. ഇപ്പൊ ടെക് ഇൻഫ്ലുവൻസർ വേണമെങ്കിൽ സ്വന്തമായിട്ടൊരു ബ്രാൻഡ് കൊണ്ടുവരാം. സോ അങ്ങനത്തെ ഒരു സാധ്യതയില്ല, ഒരു എന്റർപ്രണർഷിപ്പിന്റെ സാധ്യത ഇതിന്റെ അകത്ത് കൂടുതലല്ല. ഈ സ്റ്റേഡിയം വീക്കെൻഡ് എസ്കേപ്പ് ഒക്കെ അതിപ്പോഴും കണ്ടിന്യൂ ഒരു കോൺഫിഡൻസ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കോണ്ടന്റ് ക്രിയേഷൻ ഉള്ളത് കൊണ്ടാണ് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉള്ള ഒരു കാര്യമാണ്. ദാറ്റ് ഇസ് നമുക്ക് നമ്മളിപ്പോൾ ഉള്ള പ്ലാറ്റ്ഫോം നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മളെപ്പോഴാണോ എസ്റ്റാബ്ലിഷ് ആവുന്ന ഒരു എസ്റ്റാബ്ലിഷ് ആവുന്ന ഈ ഒരു സമയം കൊണ്ട് എനിക്ക് ആക്ച്വലി ഇത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ. അത് കുറെ ആൾക്കാർ ആക്ച്വലി യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, അറിയാത്തത് കൊണ്ടായിരിക്കും. ദാറ്റ് ഇസ് നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ പുതിയ ഡെയിലി ക്രിയേറ്റേഴ്സ് വന്നുകൊണ്ടിരിക്കുക, പുതിയ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളൊരു സമയമാകുമ്പോൾ മറ്റേ ഇത് പറയില്ല ഫീൽഡ് ഔട്ട് ആവുന്ന ആ ഒരു ചിലപ്പോൾ ആവുമായിരിക്കും, ചിലപ്പോൾ ആവൂലായിരിക്കും. നമ്മളെ കൺസിസ്റ്റൻസി അനുസരിച്ചാണ്. പുതിയ ആൾക്കാർ വരും, പുതിയ ഐഡിയാസ് വരും. ഇപ്പൊ വരുന്ന ഒരു ട്രെൻഡൊക്കെ മാറും. ചിലപ്പോൾ നമുക്ക് ആ ട്രെൻഡിനോടൊത്ത് പിടിച്ചെടുക്കാൻ പറ്റൂല. അങ്ങനൊക്കെ ഒരു ടൈം വരുമല്ലോ. അപ്പൊ ഞാൻ പറയുന്ന വെച്ചാൽ ഞാൻ മറന്നു, ഞാൻ പറഞ്ഞു വന്ന കാര്യം. ട്രെൻഡ് വരുന്നു പറഞ്ഞല്ലേ, പുതിയ പറഞ്ഞു വന്ന കാര്യം ഞാൻ മറന്നുപോയി. മൊത്തത്തിൽ എന്താ ഉദ്ദേശിച്ചത്? ഞാൻ പെട്ടെന്ന് ബാങ്കിന്റെ സൗണ്ട് കേട്ടപ്പോ ഞാൻ അതിൽ കോൺസെൻട്രേഷൻ പോയില്ലേ. സ്റ്റാൻഡപ്പ് കോമഡി താല്പര്യമുണ്ടോ? എനിക്കോ? എനിക്കങ്ങനെ അറിയില്ല, താല്പര്യമില്ലായില്ല. എനിക്ക് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. നമ്മളെ മെഹഫിൽ മറ്റേ അവന്റെ പേരെന്തായിരുന്നു കൂടെ വേറെ ചങ്ങായി, മെഹഫിൽ ഫിറോസ് സംതിങ്, മെഹഫിൽ ഫിറോസ് ഒരു ഡുവോ ഉണ്ട്. മലയാളീസ് അല്ല തോന്നുന്നുണ്ട്. അഭിഷേക് കുമാർ, അതന്നെ ഞാൻ പറഞ്ഞത്. അഭിഷേക് കുമാറും മെഹഫിലും. മൈ ലൈഫ് മൈ റൂൾസ്. അത് മെഹഫിൽ അല്ല, അയാളുടെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ പേര് മൈ ലൈഫ് മൈ റൂൾസ് എന്നാ. അല്ല അയ്യോ വീഡിയോസ് എനിക്കങ്ങനെ ഇൻസ്റ്റന്റ് സാധനം വരില്ല കേട്ടോ. അത് കിടിലൻ, നല്ല ഷോ ആണ്. എനിക്ക് ഞാൻ ഒരു വീഡിയോസ് ഒക്കെ ഇങ്ങനെ ഇടയ്ക്ക് കാണും. മൈ ലൈഫ്. പക്ഷെ മലയാളത്തില് സ്റ്റാൻഡപ്പ് കോമഡിയൻസ് ഇല്ലല്ലോ. ഉണ്ട്, സ്റ്റാൻഡപ്പ് ശബരി പറഞ്ഞിട്ടൊരു ആണ് പുള്ളി. ഇതാണ് പ്രൊഫൈല് സ്റ്റാൻഡപ്പ് ശബരിയുടെ. ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ റീച്ചുള്ള പ്രൊഫൈൽ. അത് മലയാളി, ട്രൂലി മലയാളി എന്നൊക്കെ പറഞ്ഞിട്ട് ഷോസ് ചെയ്യാറുണ്ട്. പറഞ്ഞാൽ മതി നമുക്കിങ്ങനെ ഇവര് ഹോസ്റ്റ് ചെയ്യല്ലോ സ്റ്റാൻഡപ്പ് കോമഡി. ഇവര് ഹോസ്റ്റ് ചെയ്തിട്ട് നമ്മള് കോമഡിക്ക് എഴുതി എല്ലാരും അങ്ങനെയല്ലോ ചെയ്യാറ്. കോമഡി അത് എഴുതി വെക്കും, നല്ല ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാട്ടോ. പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് വരാൻ പറ്റില്ല. ഋഷിനൊക്കെ പറ്റും, ഋഷി ഷോ ചെയ്യുന്നതാണല്ലോ ചിലപ്പോ അങ്ങനെ പറ്റും. പക്ഷെ ഇതെങ്ങനെയാ വെച്ചാൽ ഇവര് എഴുതി വെച്ചിട്ട് വരികയല്ലേ കോമഡി. അവര് എഴുതും, അല്ലാണ്ട് ഇൻസ്റ്റന്റ്ലി പറയുന്നതായിരിക്കില്ല. എന്നാലും അത് പ്രസന്റ് ചെയ്യുമ്പോൾ ഫണ്ണാവണ്ടേ? ഫണ്ണാവണോ? പക്ഷെ ആദ്യം നമ്മുടെ അടുത്തൊക്കെ ഇങ്ങനെ പ്രസന്റ് ചെയ്തിട്ട് പോയാൽ മതി. സ്റ്റാൻഡപ്പ് കോമഡി ഒക്കെ നൈസാണ്. ഇപ്പൊ ഇള്ള പോണതൊക്കെ ഒന്ന് വൃത്തിക്ക് പോകാൻ പറ്റും, ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല. കുസൃതി സ്റ്റാൻഡപ്പ് കോമഡി മൂടാവോ ഇനി? നീ തിരിച്ചിട്ടേക്ക് നമുക്കിതാക്കാം. ഓക്കെ, അതായത് ഞാൻ എന്തെങ്കിലും പറയും. അതായത് ഈ മറ്റേ യു ലോഫ് യു ചിരിച്ചു കഴിഞ്ഞാൽ ഔട്ട് ആവൂലേ ആ പരിപാടി. അതായത് ഞാനൊരു കോമഡി പറയും, കോമഡി ആവണേ. അപ്പോ ആ കോമഡി പറഞ്ഞിട്ട് ഞാനും ചിരിക്കാൻ പാടില്ല, നീയും ചിരിക്കാൻ പാടില്ല. ചിരിച്ച ഔട്ട്. പിന്നെ നീ ഒരു കോമഡി പറയണം. അയ്യോ, കോമഡി ഒന്നും കിട്ടും. അല്ല, എന്തെങ്കിലും പറഞ്ഞാൽ മതി, എന്തെങ്കിലും പറഞ്ഞാൽ മതി. എക്സാമ്പിൾ പറയും.
ബോറാ വരുന്നത്, അതുകൊണ്ടാണ് ചോദിച്ചത്. എക്സാമ്പിൾ പറയും. നമ്മളൊക്കെ ചോദിച്ചേ കോമഡി അറിയാത്ത ആള്, ഞാനൊരു കോമഡി പറയാന്നൊക്കെ. ഞാൻ കോമഡി ഒക്കെ പറയൂ. കോമഡി പറഞ്ഞ പല ആൾക്കാരും ചിരിച്ചിട്ടൊക്കെ ഉണ്ട്. ഒരു കോമഡി ആലോചിക്കട്ടെ. ഈ എഴുതി വെച്ച് തന്നെ ചോദിച്ചാലോ അതിൽ നല്ലത് ഞാൻ പറയാം. അത് കുസൃതി ചോദ്യല്ലേ? ശരിയല്ല, കോമഡി പറഞ്ഞേ. അറിയില്ലെങ്കിൽ വലിയ വലിയ ഐഡിയാസ് ഒക്കെ കൊണ്ടുവന്നിട്ട് അതിലുള്ള ചോദിച്ചു. ഇത് നല്ല രസല്ലേ, യു ലവ് മറ്റേ സാധനം അതെന്താണ്? എനിക്ക് നോക്കട്ടെ, ചിരിപ്പിക്കല്ലോ. എന്തിനു നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കുന്നത്? നീ തുടങ്ങിയപ്പോ നീ എന്നെ തുടങ്ങി. എനിക്ക് ഒന്നാമത് ഈ ഗെയിം മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാണ്. കാണിച്ചു തരണ്ട ഗെയിം പറഞ്ഞാൽ മതി. കോമഡി പറഞ്ഞു അതൊക്കെ എനിക്ക് മനസ്സിലായി. കോമഡി പറ, എന്ത് ടൈപ്പാ നോക്കണ്ടേ? ഞാൻ പെട്ടല്ലോടാ. പറ, നീ വലിയ കോമഡി ഒക്കെ പറയുന്ന ആളല്ലേ, പറടാ. മൂർഖം പാമ്പിന് അതായത് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഉപയോഗിക്കുന്ന ആൾക്കാരല്ല അത് ഉണ്ടാക്കുന്നത്. ഓക്കെ, അതെന്താ സാധനം? അത് ഒരാൾ ഉണ്ടാക്കി. ഇതിലെവിടെ കോമഡി? ചോദ്യമല്ലേ? ആ ചോദ്യം അങ്ങനെയാണത്. അങ്ങനെയാണ് അതിന്റെ ആൻസർ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റൂല. ഉപയോഗിക്കുന്ന ആൾക്കാര് അത് ഉണ്ടാക്കാനും പറ്റൂല, അത് കാണാനും പറ്റൂല. ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് റിയാലിറ്റി സാധനം കിട്ടണില്ല. ചിരിക്കൂലടാ അത് പറഞ്ഞു കഴിഞ്ഞാ. അയ്യോ, എന്താ ഉത്തരം പറ. കിട്ടണില്ല. ശവപ്പെട്ടി. ഇതൊക്കെയാണ് എഴുതി വെച്ചേക്കുന്നത്. ശരി, ഞാൻ പോയിട്ട് എന്റെ അന്ത്യം കണ്ടിട്ട് അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ച് യോഗി ശരിക്കും ഇതുവരെ നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നില്ല. ഈ സാധനം എനിക്ക് ഇഷ്ടമായില്ല. വളരെ രസമായിട്ടൊക്കെ ആയിരുന്നു പറഞ്ഞോണ്ടാണ്. അവിടെ മൊത്തം പോയി. ഞാൻ അതില് ക്വസ്റ്റ്യൻ ഇല്ലേ? കണ്ടോ? ഇതിന്റെ അകത്ത് നീ പറഞ്ഞോ. അല്ല, ഇച്ചി അവിടെ വെക്കാം, ഈ ക്വസ്റ്റ്യനും അറിയില്ല. ഇവൻ ആരാ കൊണ്ടുവന്ന്? എടാ ഞാൻ ഡീസന്റ് ആയിട്ട് കുറെ ക്വസ്റ്റ്യൻ ചോദിച്ചതാ. അത് ഞാൻ ചോദിക്കും. ഏറ്റവും ഇഷ്ടമുള്ള വണ്ടി ഇഷ്ടമാണോ? ലൈക്ക് വീട്ടില് കാർ ഏതാ ഉള്ളത്? കാർ ഇപ്പൊ വീട്ടിൽ സ്വിഫ്റ്റ് ആണുള്ളത്. ലൈക്ക് മറ്റേ ഇതൊന്നും ഇഷ്ടമല്ല. ഏതാ പറയാ, ജീപ്പ് പോലത്തെ ഇഷ്ടല്ല. ഞാൻ അങ്ങനെ ഒരു വണ്ടി ഫ്രീക്കൊന്നും അല്ല. പക്ഷെ ഞാനാ ഇവരെന്തൊക്കെ ചോദിക്കണ എന്റെ അടുത്ത്, എനിക്കൊന്നും മനസ്സിലാവണില്ല. ഓക്കെ, എന്തേലും ചോദിച്ചത്? വണ്ടി ജീപ്പില്ലേ? അതെ അതെ. 4x4 അങ്ങനൊക്കെ താല്പര്യമാണോ? അങ്ങനത്തെ ഇഷ്ടമാണോ ചോദിച്ചോ? അങ്ങനല്ല, എന്റെ ഫ്രണ്ട്സിനൊക്കെ ഉണ്ട്. ഓരോ വണ്ടിയിലൊക്കെ കയറി പോവാറുണ്ട്. എനിക്ക് ലൈസൻസ് ഉണ്ട്, പക്ഷെ വണ്ടി ഓടിക്കാറില്ല. ബൈക്ക് ഓടിക്കാറില്ലേ? ബൈക്ക് ഓടിക്കാറില്ല. ഫേവറേറ്റ് ബൈക്ക് ബ്രാൻഡ് ഏതാണ്? ഫേവറേറ്റ് ബൈക്ക് ഓലയാണ്. എങ്ങനെയാണ് ഓലയിലോട്ട് എത്തിപ്പെട്ടത്? ആരാ സജസ്റ്റ് ചെയ്തത്? അല്ല, സജസ്റ്റ് ചെയ്തത് എന്റെ ഒരു ഫ്രണ്ടിന്റെ വണ്ടി കണ്ടപ്പോ എനിക്കത് ഇഷ്ടായിട്ട് ഞാൻ പോയി നോക്കി. എനിക്ക് അതും ഇഷ്ടായി. സെക്സി അല്ലേ, നല്ല രസമാണ്. ഓല കാണാൻ ഭയങ്കര സെക്സിയാണ്. ഇങ്ങനെ വരുമ്പോ എല്ലാരും നോക്കൂലേ? അത്രേ ഉള്ളൂ. അങ്ങനെയാണ് വണ്ടി എടുത്തത്. പക്ഷെ അത് പാളി. അത് ചിലപ്പോ ഈ ഇലക്ട്രിക്കിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ശരിയായി വരുമായിരിക്കും ഇനി ഭാവിയിലിട്ടോ. എനിക്കറിയില്ല. പക്ഷെ ആ വണ്ടിന്റെ പ്രശ്നം വെച്ചാൽ വണ്ടി ഒരു കോമഡി വണ്ടിയാണ്. ചിലപ്പോ ഇങ്ങനെ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വണ്ടി നിൽക്കും, എന്തൊക്കെയോ കാട്ടിക്കൂട്ട് പോലെ നമുക്ക് തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. മെഞ്ഞാന്നുണ്ടായ സംഭവം പോലെ റിവേഴ്സ് ഉണ്ട് വണ്ടിക്ക്. റിവേഴ്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത്
പിന്നെ റിവേഴ്സ് ഓഫ് ആവണില്ല, റിവേഴ്സ് തന്നെ റിവേഴ്സ്, ഫ്രണ്ടിലേക്ക് പോണില്ല വണ്ടി, റിവേഴ്സ് പോയിക്കൊണ്ടിരിക്കുക. അത് റിവേഴ്സിന് സൗണ്ട് ഉണ്ട്, ആ സൗണ്ട് ഉണ്ട്. എല്ലാരും എന്നെ നോക്കും, മോളെ എന്ത് സൗണ്ട് ഓഫ് ആക്കാത്ത, ഓഫ് ആവണില്ല, ഇത് എവിടെ പിടിച്ച് നിൽക്കിയിട്ട് ഇത് ഓഫ് ആവണില്ല. അതൊരു ഫൺ വണ്ടിയാണ് ആക്ച്വലി. എനിക്ക് ഇഷ്ടമാണ് വണ്ടി, ഇഷ്ടമാണ്, പക്ഷെ ഫണ്ണാണ്. ഈ ഓലന്റെ സർവീസ് സെന്ററിൽ ഒരു പയ്യനുണ്ട്, ഞാൻ ഓനെ സെറ്റാക്കി വെച്ചിട്ട്, കാരണം എപ്പോഴും പിന്നെ ഡെയിലി പോകുമ്പോൾ ഫ്രണ്ട്സ് ആവല്ലോ നമ്മള്. അപ്പൊ ഞാൻ ഓനെ എന്താവശ്യത്തിലും ഓനെ വിളിക്കാം. അങ്ങനെ ഞാൻ ഓലന്റെ വീഡിയോ ചെയ്തു, 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. 2 വീഡിയോ 1 ഹിറ്റ്. കാരണം ഓലന്റെ വണ്ടിക്ക് ഇത്ര പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. 1 ഹിറ്റ്. ആകെ 2 ഓൻ എന്നെ വിളിക്കുന്നത്. പിന്നെ ഇനി ഞാൻ വണ്ടി നന്നാക്കി തരില്ല കേട്ടോ, ഇങ്ങനെയുള്ള കുറ്റം മൊത്തം പറയുകയും ചെയ്യും, എൻ്റെ അടുത്തേക്ക് വണ്ടി നന്നാക്കാൻ വരും, ഇനി ഞാൻ വണ്ടി നന്നാക്കി തരില്ല. അപ്പൊ ഞാൻ അങ്ങനെയല്ലടാ മോനെ, നമ്മൾ നന്നാക്കണം, വണ്ടി പറയാനുള്ള നമ്മൾ പറയണല്ലോ. കാരണം ഞാൻ വണ്ടി മേടിച്ച് കണ്ടിട്ട് എന്റെ ഫ്രണ്ട്സ് മേടിച്ചിട്ടുണ്ട്, ഇപ്പോഴും മേടിക്കാൻ വേണ്ടി ബുക്കൊക്കെ ചെയ്യും. ഞാൻ നിങ്ങൾക്ക് ഞാൻ ഇതൊക്കെ പറഞ്ഞു കൊടുക്കും, ഇങ്ങനെയൊക്കെയാണ്, ഫുൾ പ്രശ്നമാണ്, ഇങ്ങനെ ശ്രദ്ധിച്ചൊക്കെ ഓടിച്ച് ചിലവർക്ക് നല്ലതാട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ കുറെ ആൾക്കാർ മേടിക്കാൻ പോകും. അപ്പൊ മേടിക്കരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. പക്ഷെ എന്നാലും ആൾക്കാർ മേടിക്കും. പിന്നെ അതിൻ്റെ ഒരു ഭംഗി കണ്ടിട്ടായിരിക്കും. എന്തായാലും ഒരു കോമഡി വണ്ടിയാണ് ഇപ്പോൾ. പക്ഷെ ഞാൻ ഇപ്പോഴും സ്റ്റിൽ ഓടിക്കണം കേട്ടോ, എനിക്ക് പോലെ ഇല്ലാണ്ട് പറ്റൂല. പിന്നെ പോലെ വേണം, സ്മൂത്താണ്. പിന്നെ വണ്ടിയിൽ എണ്ണ അടിക്കണ്ട, അതാണല്ലോ നമ്മളെ മേടിച്ചത്. അതാണ് ഞാൻ മെയിൻ ആയിട്ട് അതിൽ കാണുന്നത്. വേറെ ഇലക്ട്രിക് ബ്രാൻഡ്സിലോട്ട് സ്വിച്ച് ചെയ്യാൻ താല്പര്യമുണ്ടോ? അതിൽ എണ്ണ അടിക്കുന്നില്ല. അപ്പൊ ആ വണ്ടിയിൽ ലുക്കില്ലല്ലോ ആണ്. ഏതാ ഇത്ര ഹീറോന്റെ വിട പറഞ്ഞിട്ടൊരു വണ്ടിയല്ലേ? വിടയോ? വിട നല്ല വണ്ടിയാ. രണ്ട് ബാറ്ററി ഇതുവരെ സീനുള്ള ഉണ്ടായിട്ടുള്ള ഒരേ ഒരു തവണ ഫ്രണ്ടിലത്തെ ഒരു ബാറ്ററി ഇല്ലേ, കുഞ്ഞു ബാറ്ററി ഉണ്ടാവില്ലേ എല്ലാ വണ്ടിയിലും, അത് കുറെ 1 വർഷം കഴിഞ്ഞപ്പോൾ അതിന്റെ പരിപാടി കഴിഞ്ഞപ്പോൾ ഒരു വന്ന് മാറ്റി തന്നിട്ട് പോയി. ഓലന്റെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 2 ദിവസം നിന്ന് ഒരു പറയും 2 ആഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുള്ളൂ എന്ന്. കാരണം അത്രയും വണ്ടി അവിടെ വന്ന് കിടക്കുന്നുണ്ട്. 90, അതായത് 100 വണ്ടിയിൽ 90 വണ്ടിക്കും പ്രശ്നമാണെന്നാ പറയുന്നത്. അതെ, അതിൽ 90 വണ്ടിയിൽ 1 വണ്ടി ഉണ്ട്. ആ വീഡിയോയില് കണ്ടു, ഫസ്റ്റ് വീഡിയോ ഓലോടെ വീഡിയോ അതല്ലേ, അതായത് ഓലോ എങ്ങനെയാണ് വണ്ടി ഓടിച്ചിട്ട് എങ്ങനെയുണ്ട് അങ്ങനെ ചോദിക്കുന്നുണ്ട്, എക്സ്പീരിയൻസ്. അത് 2ാമത്തെ വീഡിയോ. ആദ്യത്തെ വീഡിയോ ഓല അതെന്തായിരുന്നു മറന്ന്. ഇതേപോലെ ഓലന്റെ എന്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഓലക്ക് എന്തെങ്കിലും കംപ്ലൈന്റ്സ്, ഓല അടിപൊളിയാണെന്ന് അങ്ങനെ എന്താ ചോദിച്ചാൽ ഇങ്ങനെ വീഡിയോ അതിനെ കുറച്ച് സർക്കാസ്റ്റിക് ആയിട്ട് പറഞ്ഞതായിരുന്നു. അതിൽ ഫുൾ അടിയിൽ ഫുൾ കമന്റ് ഓല ഇലക്ട്രിക്. പിന്നെ അതേപോലെ കോമഡി ആണ്. ഇപ്പൊ എല്ലാവർക്കും അറിയാം വീഡിയോ ഒക്കെ ഇതായതുകൊണ്ട്. അപ്പൊ ഇപ്പൊ അടുത്ത് ബാംഗ്ലൂര് സർവീസ് സെന്റർ ഏതോ ഒരാൾ തീ ഇട്ടല്ലോ, ഓല സർവീസ് സെന്റർ. അപ്പൊ എല്ലാരും എനിക്ക് അയച്ചു തരും, സത്യം പറ ഈയാണോ? അതന്നെ, ഓലന്റെ സർവീസ് സെന്ററിന് എന്ത് പറ്റില്ല അപ്പൊ എനിക്ക് അയച്ചു തരും. ഞാനിപ്പോ ഓലന്റെ ആളായി, ആളായി ഞാനിപ്പോ. പിന്നെ ഈ മൂവീസ് ഒക്കെ ഇതുവരെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ, ലൈക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ? സിനിമയിലെ വരെ ഇപ്പൊ ആഡ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അപ്പൊ കുറെ ആൾക്കാർക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു. അതുപോലെ മൂവിയിലോട്ട് ഇൻട്രസ്റ്റ് ഉണ്ടോ? സിനിമയിൽ നല്ലൊരു റോളൊക്കെ വരികയാണെങ്കിൽ അതിന് മാത്രമൊന്നും ആയിട്ടില്ല. എനിക്കൊന്ന് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിപ്പോ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ല, അതേപോലെ എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരു അവസരം വരികയാണെങ്കിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ എന്താ വെച്ചാൽ എനിക്ക്, പക്ഷെ അത് പേടിയാന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ ഒരു ഫിലിമിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് മഞ്ജു വാര്യറിന്റെ കൂടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിടിച്ചേക്കാൻ പറ്റുന്നില്ല, ഒന്ന് പിടിച്ചേക്കാൻ പറ്റണില്ല. അതെ അതെ അതെ, പക്ഷെ ഭയങ്കര കംഫർട്ടബിൾ ആക്കിയിട്ടോ. ആദ്യമേ എന്നെ കംഫർട്ടബിൾ ആക്കിയിട്ടാണ് ചെയ്തതൊക്കെ. പക്ഷെ എനിക്ക് ഒബ്വിയസ്ലി അത്രയും വലിയൊരു സൂപ്പർ സ്റ്റാറിന്റെ കൂടെ ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പേടി ഉണ്ടാവുമല്ലോ. അങ്ങനെ അത് ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ വേർത്ത് ഞാൻ ആകെ സീനായി. കാരണം സ്ക്രിപ്റ്റ് ഞാൻ തന്നെ ഉണ്ടാക്കണം, എന്നിട്ട് അവർക്ക് സ്ക്രിപ്റ്റ് നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്തിട്ട് പോകണം. അങ്ങനെ സ്ക്രിപ്റ്റ് ഒക്കെ ഉണ്ടാക്കി പോയി. പിന്നെ ഒന്നാമത് എനിക്ക് പെട്ടെന്ന് സ്ക്രിപ്റ്റ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കുറച്ച് പണിയാണ്. അപ്പൊ ഞാനത് പറഞ്ഞ് മനസ്സിലാക്കി മൂപ്പർക്ക് മനസ്സിലാവാൻ ടൈം എടുത്തു. ആ ടൈം എടുത്ത ഒരു 10 മിനിറ്റ് ഉണ്ടല്ലോ, അയ്യോ തീർന്നു, എനിക്കിനി ആവില്ല, അയ്യോ എനിക്കിവിടെ ഓടിപ്പോയാ മതി, ആരും കൂടി ആളിന് കുഴപ്പമില്ല, ഒന്നും കൂടെ പറഞ്ഞ് മനസ്സിലാക്കി തന്നാ മതി. പിന്നെ കുറെ റീടേക്ക് ഒക്കെ പോയി. അപ്പൊ അതിന്റെ ഒരു ടെക്നിക് എന്ന് വെച്ചാൽ മൂപ്പര് സ്വിച്ചിലാണ് എക്സ്പ്രഷൻസ് ഒക്കെ മാറണേ. എന്റെ ഒരേ എക്സ്പ്രഷൻ ആയിരുന്നു. മൂപ്പര് ഇങ്ങനെ ഭയങ്കര ഫ്ലോലെസ് ആയിട്ട് ഞാനിങ്ങനെ അങ്ങനെ റീടേക്ക് പോയി. മൂപ്പര് ഇങ്ങനെ എന്തോ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു,
ഇങ്ങനെ മുഖം പിടിച്ച് നിന്ന് അപ്പൊ പറഞ്ഞു ഓക്കെ ഒന്നും കൂടെ റീടേക്ക് പോകാറ്. അങ്ങനെ ഭയങ്കര ഡിഫറെന്റ് ആണ് അവരെ കൂടെ. ഞാൻ ആകെ ഒരു കൂടെ വർക്ക് ചെയ്ത് ഫസ്റ്റ് അല്ല മൂവിയുടെ പ്രൊമോഷൻ ഫസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഞാൻ വേറെ ആരെയും കൂടെ വർക്ക് ചെയ്തില്ല. അപ്പൊ തന്നെ എന്റെ കിളി പോയി. അപ്പൊ ഇങ്ങനെ മൈൻഡിൽ ഉണ്ടായിരുന്നു. അന്ന് മുതൽ ഒരു ആഗ്രഹം ഉണ്ട് ഏതെങ്കിലുമൊക്കെ മൂവിയിൽ ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ഒരു അവസരം വന്നു കഴിഞ്ഞാൽ ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. യൂട്യൂബിൽ ഇപ്പൊ ലോങ് ഫോം കോണ്ടന്റ് ഒക്കെ ഇപ്പൊ മൂവി ഉണ്ടല്ലോ, അപ്പൊ അതിന് മുന്നേ എന്തെങ്കിലും ട്രൈ ഔട്ട് ചെയ്യാൻ താല്പര്യമുണ്ടോ? ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിമോ വെബ് സീരീസോ അങ്ങനെ എന്തെങ്കിലും? എനിക്ക് അങ്ങനെ ഒരു ഷോർട്ട് ഫിലിമിൽ കുറെ ഇത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അറിയില്ല, അതായത് അതിന്റെ ഒരു ഫോർമാറ്റൊന്നും എനിക്ക് മനസ്സിലാവാത്തോണ്ടും അത് ചെയ്യണോന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ കൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല. ഷോർട്ട് ഫിലിംസ് 2-3 ഇങ്ങനെ ജസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അടുത്ത് റീസെന്റ് ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എടുത്തിട്ടില്ല ആക്ച്വലി. അത് കുറച്ചുകൂടി നമ്മളത് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മൂവിയിലോട്ട്, അതായത് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് ആണ് തോന്നുന്നു. എന്തോ എനിക്ക് ആ സമയത്ത് ഞാൻ ചെയ്തില്ലത്. നല്ല എന്തെങ്കിലുമൊക്കെ വന്നാൽ ചെയ്യാം. അല്ല ഞാൻ ചോദിക്കുന്നത്, ഈ പാനിന്റെ ഇപ്പൊ അഭിഷേക് കുമാർ പറഞ്ഞു ഇവരൊക്കെ കോണ്ടന്റും ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അവരുടെ കൂടെ ഇപ്പൊ മല്ലു ചിക്ക് അവരൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ. സോ അങ്ങനെ ഇവരുടെ ഒരു ഗ്രൂപ്പ്, ഇവരുടെ ഒരുമിച്ച് വീഡിയോ ചെയ്യാൻ ഒരു ചാൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ക്രിയേറ്റർ ആണ് മല്ലു ചിക്ക്. ഞാൻ ക്രിയേറ്റർ ആവുന്നതിന് മുന്നേ ഞാൻ റെഫർ ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മല്ലു ചിക്കിന്. അതുപോലെ മോസ്റ്റ്ലി സെയിൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പിന്നെ കുറച്ചും കൂടെ ആള് ലെവല് മാറി, ഹോളിവുഡിലൊക്കെ ആയി. പക്ഷെ അത് ഞാൻ പണ്ട് മുതലേ മൂപ്പരെ ഫോളോ ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മോസ്റ്റ്ലി സെയിന്റെ വർക്ക്സ് ഒക്കെ. ഭയങ്കര റിലേറ്റബിൾ കോണ്ടന്റ് ആണ്. അതെ. പിന്നെ ഞാൻ ഇങ്ങനെ ഒരു ക്രിയേറ്റർ ആയിട്ട് എനിക്ക് ഭയങ്കര ഇപ്പൊ കണ്ടില്ലേ, ഇപ്പൊ നമ്മളെ കേരളത്തിൽ തന്നെ ഉള്ളതെന്ന് വെച്ചാൽ ക്രിയേറ്റേഴ്സ് പെട്ടെന്ന് ഫിലിമിലേക്ക് ടാപ്പ് ചെയ്യുന്ന പിന്നെ ഇപ്പൊ അതൊരു ട്രെൻഡ് ക്രിയേറ്റീവ് സാധനം. സാഫ് ബോയ് കുറേ ഫിലിംസ് കിട്ടി ആൾക്കാർ. ഞാൻ നല്ല കമ്പനി. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ആള് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്തിട്ട് പെട്ടെന്ന് ഫിലിമിന് ഡിഫറെന്റ് സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പൊ അത് ഭയങ്കര, അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൊരു ഇൻസ്പിറേഷൻ ആണ് ആക്ച്വലി അവരൊക്കെ. ജുനൈസിന്റെ മൂവിയൊക്കെ ഞാൻ ആ ഫിലിം കഴിഞ്ഞ് എന്റെ ഫ്രണ്ട് പറഞ്ഞു ഞാൻ ജുനൈസിനെ ബ്ലോക്ക് ചെയ്യാൻ പോവാണ്. എനിക്ക് ആ സിനിമന്റെ ക്യാരക്ടർ അത്രയും ഇൻ ടു ഹെർ ആയിട്ട് ഇരിക്കണം. ഞാൻ ബ്ലോക്ക് ചെയ്യാൻ പോകും. എനിക്ക് കുറെ കാണുമ്പോൾ ബാഡ് അടിക്കുന്നുണ്ട് എന്നൊക്കെ. അതാണ് ആളുടെ ഒരു കഴിവുണ്ടോ. പിന്നെ ഇപ്പം ഹാഷിറിന്റെ ആ ടീംസിൽ അവരുടെ പുതിയ മൂവി വരുന്നുണ്ട്. അവരുടെ സെയിം അതേ സെയിം ക്യാരക്ടർ. അങ്ങനെ കുറെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ക്രിയേറ്റേഴ്സ് ഇവരൊക്കെ. അതായത് ഇപ്പം മോസ്റ്റ്ലി സെയിൻ ഞാൻ പറഞ്ഞ പണ്ട് മുതലേ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം ആളുടെ ജേർണി. അതേപോലെ ഒരു പാകിസ്ഥാനി ഹനിയ പറഞ്ഞിട്ട് ഒരു ഹനിയ അറിയില്ല, പാകിസ്ഥാനിയാണ്. പാകിസ്ഥാനി മൂവീസും കാര്യങ്ങളൊക്കെ, മൂവീസ് അല്ല സീരീസ് ഒക്കെ ചെയ്യുന്നത്. ഭയങ്കര രസം. ഞാൻ ഇങ്ങനെ ഇടക്കിടക്ക് പേജ് എടുത്തിങ്ങനെ നോക്കും. പേജിൽ അങ്ങനെ കാര്യമായിട്ട് വീഡിയോസ് ഒന്നുമില്ല, വ്ളോഗിങ് ടൈപ്പ് ഓഫ് കോണ്ടന്റ്സ് ചെയ്യുന്നത്. അതിലൊക്കെ ഭയങ്കര, അതിലൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരാള് എല്ലാ ക്യാരക്ടേഴ്സും ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ കുറെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്. പിന്നെ അതാണ് നമ്മുടെ കേരളത്തിലത്തെ ഒരു ഇവിടെ മലയാളം സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കുറച്ചും കൂടി ഓപ്പൺ ആണ് അല്ലെ. ക്രിയേറ്റേഴ്സിനൊക്കെ അവര് വേറൊരു നീയൊരു എനിക്ക് തോന്നുന്നു ഒരു 5 years മുന്നേ വരെ പോലും കുറച്ചൊരു തള്ളി നിർത്തിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരെ. പക്ഷെ ഇപ്പൊ ഭയങ്കരമായിട്ട് ഓപ്പൺ ഹാൻഡഡ് ആയിട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പൊ എല്ലാ മൂവിയിലും ഏതെങ്കിലും ഒരു ക്രിയേറ്റർ എന്തായാലും ഉണ്ടാവും. പക്ഷെ അവർക്ക് വേറൊരു ഫേസ് കാണിക്കാൻ പറ്റുന്നുണ്ട് അതിനകത്ത് കുറച്ചും കൂടി. അതുപോലെ മൂവിക്കാണെങ്കിലും ഒരു ഇനീഷ്യൽ ഒരു അത് നമ്മുടെ കൂടെ ഉള്ള ഒരാള് അഭിനയിക്കുന്ന പോലെ. അപ്പൊ അവരുടെ ഫോളോവേഴ്സ് ഒക്കെ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ എപ്പോഴും മനസ്സിലായി ഇപ്പൊ സാഫും ജുനൈസ് ഒക്കെ വെച്ചാൽ നമ്മളെ ഒരു സർക്കിളൊക്കെ ഉള്ള ക്രിയേറ്റർ സർക്കിളൊക്കെ. അപ്പൊ എന്നുവെച്ചാൽ അവർക്ക് ഞാൻ മനസ്സിലാക്കിയത് അവരെ മൂവി എന്നൊക്കെ പറയുന്നത് നമ്മളെ മൂവി പോലെ. ഇപ്പൊ ഞാൻ ജുനൈസിന്റെ മൂവി ഇറങ്ങിയ സമയത്ത് ഞാൻ ഇവിടെ നാട്ടിലുണ്ട്, കാശ്മീർ ട്രിപ്പ് പോയ സമയത്തായിരുന്നു. ഞാൻ ഫസ്റ്റ് വന്നപ്പോ വേഗം പോയിട്ട്, കാരണം എനിക്ക് എന്റെ കൂടെ ഉള്ള ഒരാളെ മൂവി എന്നുള്ളൊരു സാധനം നമ്മുടെ കൂടെ ചിലപ്പോ നമ്മള് മീറ്റ് ചെയ്ത ഒരാള്. ഞാനാണെങ്കിലും ഇപ്പൊ ജുനൈസിനെ ഈ കോണ്ടന്റ് ക്രിയേഷൻ അവൻ തുടങ്ങിയ ടൈം മുതൽ എനിക്ക് ജുനൈസിനെ അറിയാം. അപ്പൊ ഞാനും ഈ മൂവിയുടെ ഡബിന്റെ ടൈമിലൊക്കെ ഞാൻ കൊച്ചി പോയിരുന്നു. കൊച്ചി പിന്നെ അവന്റെ കൂടെയാണ് സെർച്ച്. എനിക്കാണെങ്കിൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണണം എന്നായിരുന്നു. പക്ഷെ എനിക്ക് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ പറ്റിയില്ല. 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ പോയി കണ്ടത്. മൂവി എനിക്ക് ടൈം കിട്ടാണ്. പക്ഷെ
കണ്ട ഉടനെ ഞാൻ ഉടനെ വോയിസ് അയച്ചു. അവൻ UAE-ലായിരുന്നു. അപ്പോൾ ഞാൻ വോയിസ് വെച്ചിട്ട് ഒരു രക്ഷയില്ല. നമുക്ക് അവന്റെ ക്യാരക്ടർ അത്രയും കാണിച്ചു വെച്ചേക്കുന്ന ആ ഒരു രീതിക്ക് സംസാരിച്ച നമുക്ക് ഭയങ്കര ഹാപ്പിയാണ് നമ്മുടെ കൂടെ ഉള്ള ആൾക്കാർ. അതുപോലെ ഒരു ദിവസം ഒരു ഹെവി ഹെവി റോളിലൊക്കെ വരും തന്നെ ഒരു ക്യാരക്ടർ ഒക്കെ ആണെങ്കിൽ ആകാശമൊക്കെ ചിലപ്പോ ഓഡീഷൻസ് ഒക്കെ ചിലപ്പോ പോയാലൊക്കെ എനിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ല. ആരെങ്കിലും വിളിച്ച വീഡിയോ നെക്സ്റ്റ് അല്ലെ ഒരു മലയാള സിനിമയിലെ ഒരു ആ ലെവലിലൊക്കെ എത്താൻ ചാൻസ് ഒക്കെ ഉണ്ട്. കുഴപ്പമൊന്നുമില്ല അല്ലെ? അങ്ങനൊക്കെ ആലോചിക്കാല്ലേ. അത് കുറച്ച് ഓവറല്ലടാ. റോഡ് ഫുള്ള് അതാണ്. ആ ഫുഡ് ഓക്കെ. കോഴിക്കോട് ഇപ്പോൾ അതായത് നമ്മളിപ്പോൾ ഭയങ്കര സങ്കടപ്പെട്ടിരുന്നാലും ഫുഡ് കഴിക്കൂലേ നമ്മൾ? എപ്പോഴും ഫുഡ് കഴിക്കും. ഓക്കെ. അപ്പോൾ ആദ്യം പെട്ടെന്ന് ഒരു കംഫർട്ട് ഫുഡ്, വീട്ടിലത്തെ ഒരു കംഫർട്ട് ഫുഡ് ഉണ്ടാവും, അതും പറഞ്ഞോ. അതല്ലാണ്ട് പുറത്ത് പോയാൽ കംഫർട്ട് ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ ബിരിയാണി തന്നെ. എവിടത്തെയാ? അത് ഡിപ്പെൻസ്. എനിക്ക് റാമത്തിലെ ബീഫ് ബിരിയാണി, സാഗറിലെ ചിക്കൻ ബിരിയാണി. ഇപ്പൊ പുതിയ ഞാൻ ഇവിടെ നമ്മളെ ഇവിടെ വേറൊരു കുഞ്ഞി കട അൺലിമിറ്റഡ് ബിരിയാണി ഒക്കെ കിട്ടണേ, നമ്മളെ വലിയങ്ങാടിയില്ലേ, വലിയങ്ങാടിന്റെ ഉള്ളില് അല്ല പുതിയ കടയാ, ഹുസൈൻസിലെ ബിരിയാണി. ഞാൻ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ പിന്നെ കാഫേ ഫുഡൊക്കെ അതൊക്കെ ഞാൻ ഭയങ്കര നല്ല മൂഡിലുള്ളപ്പോൾ മാത്രമേ കാണിക്കൂ. പക്ഷെ എനിക്ക് വെറുതെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് പോയി കഴിക്കാൻ പറ്റുന്ന ഇഷ്ടം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് റാമത്ത് ബീഫ് ബിരിയാണി ഫസ്റ്റ് പോയി കഴിക്കാം. ബീഫ് ഫ്രൈ ബിരിയാണി, ബീഫ് ദം ബിരിയാണിയാണ്. ഇവിടെ നമ്മുടെ ഓഫീസിലെ കൂടുതൽ ആൾക്കാർ മറ്റേ ബീഫ് ഫ്രൈ ബിരിയാണി ഇല്ല അവിടെ, അത് ട്രൈ ചെയ്തിട്ടില്ല. അത് കുറച്ചും കൂടി അടിപൊളിയാന്ന് പറയുന്നത് കേട്ടായിരുന്നു. നെക്സ്റ്റ് ടൈം ട്രൈ. പക്ഷെ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ഫുഡ് ഓപ്ഷൻസ് ഇങ്ങനെ വാസ്റ്റ് ആയിട്ട് ഇല്ല. വേറെ ഞാൻ എപ്പോഴും പറയും, വേറെ ഏത് ഫീൽഡിൽ പോയാലും റെസ്റ്റോറന്റ് ഫീൽഡ്. കാരണം എൻ്റെ ഒരു ഫ്രണ്ടിന് റെസ്റ്റോറന്റ് ഉണ്ട്. അപ്പൊ ഓന്റെ പരിപാടികളൊക്കെ കാണുമ്പോ തന്നെ എനിക്ക് മനസ്സിലാവും അല്ല അതിനും ചൊറയുള്ള ഒരു പരിപാടി വേറെ ഇല്ല. അതുകൊണ്ട് റെസ്റ്റോറന്റ് ഫീൽഡൊന്നും ഒരിക്കലും ചൂസ് ചെയ്യില്ല. പിന്നെ ഫേവറേറ്റ് ഡെസേർട്ട്? ഞാനങ്ങനെ ഒരു മറ്റേ എന്താ പറയാ ഷുഗർ പേഴ്സൺ ഒന്നുമല്ല. അങ്ങനെ സ്വീറ്റ്സ് കഴിക്കല് കുറവ്. എന്നാലും ഇപ്പൊ ഫുള്ള് മറ്റേ ഷുഗർ കട്ടാ കണ്ടിട്ട് തോന്നുന്നുണ്ടോ എന്റെ ഡബിൾ ചിൻ? അല്ല ഈ ഇടയ്ക്ക് ഒരു സാധനം ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പറഞ്ഞത് എന്റെ ഡബിൾ ചിൻ കണ്ടിട്ട് തോന്നുന്നുണ്ടോ ഷുഗർ കട്ടാണ്? ഷുഗർ കട്ടൊന്നല്ല. അതായത് അല്ല ഞാൻ പണ്ട് മുതലേ ഷുഗർ അങ്ങനെ കഴിക്കുന്ന ആളൊന്നല്ല. അങ്ങനെ കഴിച്ചപ്പോ അങ്ങനെ എല്ലായിടത്തും ട്രൈ ചെയ്യും, എല്ലാ ഫുഡും ട്രൈ ചെയ്യും. ഇങ്ങോട്ട് കടിക്കാത്ത എന്തും കഴിക്കും ഞാൻ. അതിലിപ്പോ ഇഷ്ടമുള്ള എന്താന്ന് ചോദിച്ചാൽ ബിരിയാണി. ഈ ഇവന്റ്സ് ഒക്കെ ഇവിടെ നടക്കുന്നില്ല, അപ്പൊ നമ്മളിങ്ങനെ പോവല്ലോ നോർമലി. അപ്പം ഇപ്പൊ ഒരു മൂവിയിലത്തെ ഒരാള്, മൂവി സ്റ്റാർസ് പോലെ നമ്മളിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഈ ഇടയ്ക്ക് പണി മൂവി നമ്മൾ ഒരുമിച്ചാ കണ്ടേ. നമ്മളും ഉണ്ടായിരുന്നു. പണി സിനിമയല്ലേ? സിനിമ അല്ല ഒരുമിച്ചല്ല ഉണ്ടായിരുന്നല്ലേ? ഇല്ല, ഷംല ഉണ്ടായിരുന്നു. ഷംല ലാസ്റ്റ് ഏതോ മൂവി കണ്ടേ? ലാസ്റ്റ് ഒരു മൂവി കണ്ടായിരുന്നില്ലേ? അതിന് മുന്നേ അല്ല പണിക്ക് മുന്നേ വന്നിട്ട് ഷംലയും ഉണ്ടായിരുന്നു. ആ മൂവി നമ്മൾ കാണാൻ പോയ സമയത്ത്. ഓർമ്മയില്ല? ഇപ്പൊ നമ്മളിങ്ങനെ പോകുമ്പോ ആൾക്കാരൊക്കെ ഇങ്ങനെ നമ്മളെ കാണൂലേ, അത് കണ്ടിട്ട് എല്ലാവരും ഒന്ന് സംസാരിക്കും. ലൈക്ക് നോട്ടീസബിൾ ആണോ, എങ്ങനെയാണ്? അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇവിടുത്തെ ഇവന്റ്സ് ഒക്കെ കോഴിക്കോട് ബീച്ച് പരിപാടി ഇപ്പൊ കുട്ടികളൊക്കെ ആകുമ്പോ അല്ലെങ്കിൽ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ കാണുമ്പോ ഇപ്പൊ സത്യം പറഞ്ഞാൽ ആ സാധനമൊന്നുമല്ല. ഞാൻ ഓരോ കൂട്ടത്തിൽ ഒരാളെ പോലെ എന്നെ ആക്ച്വലി എല്ലാവർക്കും എന്നെ വിളിക്കുന്നത് ഇപ്പു എന്നാണ്. എന്നെ വീട്ടിലൊക്കെ വിളിക്കുക. അപ്പൊ എല്ലാവർക്കും എന്നെ ഫ്രണ്ട്സൊക്കെ ഇപ്പു എന്നാണ് വിളിക്കുക. അപ്പൊ ഇപ്പൊ കാണുന്ന ആൾക്കാർ ഇപ്പു തന്നെ വിളിക്കുക. അപ്പൊ ഞാൻ അവരെ കൂട്ടത്തിൽ ഒരാളായിട്ട് കാണുമ്പോ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കുറെ ഫോട്ടോ എടുക്കുക അങ്ങനത്തെ കുറവാ. അപ്പൊ എനിക്ക് അതാണ് ഇഷ്ടം. നമുക്ക് അവരെ കൂട്ടത്തിൽ ഒരാളായിട്ട് നിൽക്കാൻ എനിക്കും താല്പര്യം. അല്ലെങ്കിൽ മറ്റേ ഭയങ്കര ഓക്വേർഡ് സിറ്റുവേഷനല്ലേ ഇങ്ങനെ പോകുന്ന. അപ്പൊ എനിക്കിങ്ങനെ ഞാൻ ശ്രദ്ധിക്കും, അയ്യോ ഒരെന്നെ പറ്റിയാണോ പറയണത്. അപ്പൊ നമുക്കൊരു ഓക്വേർഡ് സിറ്റുവേഷൻ. ഇപ്പൊ ആ ഓക്വേർഡ് സിറ്റുവേഷൻ ഇല്ല.
രസമാണ് എല്ലാവരും ഇങ്ങനെ കാണുമ്പോൾ ഇപ്പൊ ഞാൻ പറഞ്ഞ വീഡിയോസ് കാണാറുണ്ട്, അല്ലെങ്കിൽ ഇഷ്ടമാണ്. നമ്മള് ഓരോ കൂട്ടത്തിലുള്ള ഒരാളല്ലോ, ഓരോ ഫ്രണ്ടിനെ പോലെ കാണുമ്പോൾ ഞാൻ ഹാപ്പിയാണ്. ജെന്യൂൻ ഒപ്പിയൻ, ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. കുറെ തവണ നമ്മൾ ഇതേ സാധനം പറഞ്ഞിട്ടുണ്ടല്ലേ, ഈ കോണ്ടന്റിന്റെ കാര്യം, ആൾക്കാരുടെ കാര്യം. പക്ഷെ അതാണല്ലോ മെയിൻ ആയിട്ടുള്ളൊരു. പിന്നെ എന്താണ് ഹാപ്പി? ഇപ്പൊ ഓരോ ആൾക്കാർക്ക് ഹാപ്പിനെസിന്റെ ഒരു സംഭവം ഉണ്ടാവില്ല, എന്താണ് അങ്ങനെ ഒരു? എൻ്റെ കൈൻഡ് ഓഫ് ഹാപ്പിനെസ് എന്ന് പറയുന്നത് എൻ്റെ ചുറ്റുള്ള ആൾക്കാരാണ് എൻ്റെ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ഫാമിലി എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഫാമിലീസ് ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫാമിലിയാണ്. അപ്പോൾ എനിക്കിങ്ങനെ അവരുടെ ഹാപ്പിനെസ് ആണ് എൻ്റെ മെയിൻ പരിപാടികൾ. അവരെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചില്ല് ചെയ്യുക. അപ്പം എൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ സർപ്രൈസ് കൊടുക്കുക എന്നുള്ളതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഫ്രണ്ട്സിന് സർപ്രൈസ് കൊടുക്കുക. അതേപോലെ എനിക്ക് ഇങ്ങോട്ടും ഇഷ്ടമാണ്. പക്ഷെ ഞാൻ എൻ്റെ അത് എങ്ങനെയെങ്കിലൊക്കെ പൊളിക്കും, ഞാൻ എങ്ങനെയൊക്കെ പൊളിക്കും. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം എനിക്കിങ്ങനെ ഫ്രണ്ട്സിനോട് സമയം സ്പെൻഡ് ചെയ്യുക. ഞാൻ ഇങ്ങനെ കുറേ സംസാരിക്കുന്ന ആളാണ്. എനിക്ക് എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കണം. അതൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പിനെസ്. പിന്നെ എനിക്ക് ഇങ്ങനെ വെറുതെ ബോറടിച്ചിരിക്കുകയാണെങ്കിൽ ആരെങ്കിലൊക്കെ ഉണ്ടാവും, ആരെങ്കിലൊക്കെ. എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ തീരെ പറ്റില്ല, നോ ആണ്, ഒരു ബിഗ് നോ. എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റില്ല, എനിക്ക് ആരെങ്കിലൊക്കെ കൂടെ വേണം. അപ്പോൾ എൻ്റെ കൂടെ ആരെങ്കിലൊക്കെ ഉണ്ടാവരോട് ഇങ്ങനെ സംസാരിച്ചിരിക്കുക, ഇങ്ങനെ റാൻഡമായിട്ട് എന്തെങ്കിലുമൊക്കെ ടോപ്പിക്കിനെ പറ്റി സംസാരിച്ചിരിക്കുക. അതൊക്കെയാണ് എൻ്റെ ഒരു ഫേവറേറ്റ് കൈൻഡ് ഓഫ് തിങ്. ഈ കോണ്ടന്റ് ക്രിയേഷൻ്റെ കാര്യം തന്നെ ഒന്നുകൂടെ ഇടാം, നമ്മുടെ കോണ്ടന്റ് ക്രിയേഷൻ്റെ മെയിൻ. അപ്പോൾ ഇപ്പോൾ നമുക്കൊരു എന്തായാലും എല്ലാവർക്കും പ്രായമല്ലോ, ഒരു 45-50 വയസ്സിലൊക്കെ, ഒരു 50 കഴിയട്ടെ, ഓക്കെ, 50 കഴിഞ്ഞ് തോന്നുന്നുണ്ടോ നമ്മളിങ്ങനെ കോണ്ടന്റ് ചെയ്യും? ഇപ്പൊ നമ്മുടെയൊക്കെ മക്കളൊക്കെ ഉണ്ടാവുമല്ലോ, അവരൊക്കെ എങ്ങനെയായിരിക്കും നമ്മുടെ പഴയ വീഡിയോസ്? പണ്ടൊക്കെ ഫോട്ടോസ് അല്ലേ, വീഡിയോസാ. ഒന്ന് ആലോചിച്ച് നോക്കണം, അവരൊക്കെ അത് കണ്ടിട്ട് എന്ത് തോന്നുന്ന. ഇപ്പൊ ഓരോ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്താ ചെയ്യുന്നത്, അവരുടെ അമ്മ അച്ഛൻ, അവരുടെ ഗ്രാൻഡ്മാനൊക്കെ വെച്ച് കോണ്ടന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, സ്ഥിരം കൊണ്ടുവന്ന് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഇർഫാൻ ഇങ്ങനെ ആലോചിക്കുക, ഒരു പ്രായമൊക്കെ ആയിട്ട് അപ്പോഴും അവരും ചിലപ്പോൾ കോണ്ടന്റ് ഒക്കെ ചെയ്യുന്നുണ്ടാവും, അവരും ചിലപ്പോൾ വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ടാവും അല്ലെ. അപ്പൊ അവരുടെ കൂടെ ഒക്കെ ചെയ്യോ വീഡിയോസ്, ഒരു വൈബ് ആ ഒരു എങ്ങനെ ഉണ്ടാവും? എല്ലാരും ചിന്തിച്ചിട്ടില്ല. എല്ലാരും ഒരു കാര്യമാണല്ലോ അല്ലെ. 30 വയസ്സ് തന്നെ ആലോചിക്കുമ്പോ ടെൻഷൻ അയ്യോ പ്രായമായി ഇതൊക്കെ. 50 വയസ്സ് ഞാൻ ചിന്തിച്ചിട്ടില്ല. ഇപ്പൊ നമ്മളൊരു 5 വർഷം മുന്നുള്ള ഫോട്ടോസ് ഒക്കെ എടുത്താൽ അയ്യേ എന്ത് കോലയായിരുന്നു, എന്തായിരുന്നു സ്റ്റൈലൊക്കെയെന്ന് ആലോചിക്കൂലേ. അപ്പൊ ഇപ്പൊ ആലോചിച്ചു ഒരു 50 വർഷം എന്നൊക്കെ പറഞ്ഞ ജനറേഷനേ മാറി. അയ്യോ എനിക്ക് 50 വയസ്സ്, ഓക്കെ, ജനറേഷനേ മാറി. നമുക്കൊന്നും ചിലപ്പോൾ ചിന്തിക്കാൻ പറ്റാത്ത ജനറേഷൻ ആയിരിക്കും. ഒരു യുഗമല്ലേ ഇനി അങ്ങോട്ട് വരാൻ പോണത്. നമുക്കൊന്നും ചിലപ്പോൾ അത് കോപ്പപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു ജനറേഷൻ ആയിരിക്കും. ചിലപ്പോൾ ഈ വീഡിയോ ഒക്കെ ഒരു എന്താണൊക്കെ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കിയതൊക്കെ പറയും ചിലപ്പോൾ ഇനി വരുന്ന ജനറേഷൻ. അത് പറയാൻ പറ്റില്ല. എനിക്ക് എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാനിനി അങ്ങനെ നിർത്താനുള്ള പ്ലാനൊന്നും എനിക്ക് എന്തായാലും ഇല്ല. അപ്പോഴും ചിലപ്പോ കോണ്ടന്റ് ചെയ്തു ചിലപ്പോ അന്നും അടിപൊളിയായിരിക്കുന്നല്ലേ. ഇതിപ്പോ ചിലപ്പോ VR അങ്ങനത്തെ ഇതിലോട്ടൊക്കെ സ്പേസിലോട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കല്ലോ. അപ്പൊ നമുക്ക് ചിലപ്പോ അതിനൊന്നും കോപ്പപ്പ് ചെയ്യാൻ പറ്റാത്തൊരു ജനറേഷൻ ഇങ്ങോട്ട് വരാൻ. എനിക്ക് ഫോട്ടോഗ്രാഫി താല്പര്യമുള്ള ഒരാളാണ്. അങ്ങനെ ഈ കോണ്ടന്റ് ക്രിയേഷൻ അല്ലാണ്ട് വേറെ എന്തെങ്കിലും, ട്രാവൽ ഒരു ഹോബി, അതല്ലാണ്ട് വേറെ എന്തെങ്കിലും ഹോബി അങ്ങനെ എന്തെങ്കിലും? പെയിന്റിങ്, ഈ ആർട്ടിസ്റ്റ് അങ്ങനത്തെ പരിപാടി? പാട്ട് പാടും? വേറെ എന്ത് ഞാൻ ചെയ്യും, പാട്ട് ഞാൻ പാടില്ല. ഇല്ല ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഒന്നാമത് അങ്ങനെ ഹോബി മൂവീസ് കാണും, മൂവീസ്, സീരീസ്. ഞാൻ ഇനി നെറ്റ്ഫ്ലിക്സിൽ അത്യാവശ്യത്തിന് വൈറലെന്ന് വെച്ചാൽ അത്യാവശ്യത്തിന് റിവ്യൂസ് ഉള്ള എല്ലാ സീരീസും എല്ലാ സിനിമകളും ഞാൻ കണ്ടു തീർത്തിട്ടുണ്ടാവും. എനിക്ക് ഭയങ്കര അഡിക്ഷനാണ് മൂവീസ് കാണുക എന്ന് പറയുന്നത്. ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും മൂവീസ്. പ്രത്യേകിച്ച് ഒരു റോംകോം ഹാപ്പി മൂവീസൊക്കെയാണ് ഞാൻ കാണുക. ത്രില്ലറൊക്കെ വല്ലപ്പോഴൊക്കെ. പക്ഷെ എനിക്ക് അതാണ് ഒരു ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര അഡിക്ഷൻ. അതേപോലെ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ കളിയാക്കും. ഞാൻ ഒറ്റക്കാണെങ്കിലും ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് അന്ന് തന്നെ പോയി കാണണം. 3 ദിവസം വെക്കാൻ പറ്റില്ല. ത്രില്ല് എനിക്ക് ഓൾറെഡി നല്ല ഹൈപ്പൊക്കെ ഉള്ള മൂവി ആണെങ്കിൽ എനിക്ക് പെട്ടെന്ന് തന്നെ കാണണം. ഇപ്പോൾ ലാസ്റ്റ് ഒരു അമരൻ മൂവിയാണ്. ഞാൻ അങ്ങനെ ഒറ്റയ്ക്കൊന്നും മൂവി കാണാൻ പോയില്ല, ആരെങ്കിലും ഒരാളെ കൂട്ടും. അമരൻ ആരും ഉണ്ടായിരുന്നില്ല എന്നോട് വരാൻ വേണ്ടിയിട്ട്. ഞാൻ ഒറ്റയ്ക്ക് പോയി സിനിമ കണ്ടു. എന്നിട്ട് ഒറ്റയ്ക്ക് ഇത് തിയേറ്ററിൽ ഇരുന്ന് കരഞ്ഞു. അയ്യോ വൻ വിഷയ സിനിമ ചെയ്യുന്നത്. ഭയങ്കര ഈ ഒരു ഇന്ത്യൻ ആർമി അങ്ങനത്തെ നടന്ന സംഭവം
അപ്പൊ അതും കൂടെ ആയതുകൊണ്ട് ഞാൻ ഒറ്റക്കും പോയി. കരച്ചിലോട് കരച്ച് സീന്. ഞാൻ അപ്പുറത്ത് നോക്കുമ്പോ അപ്പുറത്തൊരു കുട്ടി ഇതൊക്കെ പറക്കല. അപ്പൊ ഞാൻ ഒരു ഇപ്പൊ പറയുന്നില്ല മെൻ ഡോൺ ക്രൈ ലൈക്ക് അങ്ങനൊക്കെ പറഞ്ഞിട്ട് ഓരോ ഇതുണ്ടല്ലോ. അപ്പൊ അതിന്റെ ഇതിലിപ്പോ ജിയാദൊക്കെ ചിലപ്പോ കരയുമായിരിക്കും, പറയാൻ പറ്റില്ല. അപ്പോ ലൈക്ക് അങ്ങനെ അപ്പൊ അങ്ങനത്തെ ഇതില് എന്താ തോന്നുന്നു? അങ്ങനെ എമോഷണൽ ആണോ? എന്റെ ചുറ്റുമുള്ള ആൾക്കാരെ പറ്റിയുള്ള എനിക്കിപ്പോ പറയാൻ പറ്റുള്ളൂ. എന്റെ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ അത്യാവശ്യം ഇമോഷൻസ് വന്നാൽ പിടിച്ചിരിക്കുന്ന ആൾക്കാരൊന്നും അല്ല. എന്റെ കൂടുതൽ ആൾക്കാരെ കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കതൊരു ഭയങ്കര പുതുമയായിട്ടൊന്നും തോന്നിയിട്ടില്ല. പറയുമ്പോ ഗേൾസ് ഒക്കെ പെട്ടെന്ന് കരയും. ചിലപ്പോൾ അതായിരിക്കും ഇമോഷണലി നമ്മൾ ഭയങ്കര വീക്ക് ആയിരിക്കും. അതേപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്, വീക്ക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഐ ഡോണ്ട് ഫൈൻഡ് ഇറ്റ് വെരി വിയേർഡ് വെൻ ലൈക്ക് മെൻ ക്രൈ ആൻഡ് ഓൾ. എന്താ അപ്പൊ ഒരു കരഞ്ഞൂടെ, എന്ത് പ്രശ്നം, കരയണം, ചിരി വരുമ്പോ ചിരിക്കണം. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നതാണ്. ഇപ്പൊ ഈ ഫിലിമിന്റെ കാര്യം തന്നെ പറയുമ്പോൾ എന്റെ കൂട്ടത്തിൽ ഒരു ഫ്രണ്ട് ഉണ്ട്, ആള് ചെറിയ എന്തെങ്കിലും ഒരു ഇമോഷണൽ ഇത് കണ്ടുകഴിഞ്ഞാൽ കരഞ്ഞോണ്ടേ നിൽക്കും. ചിലപ്പോൾ ഞാൻ ഭയങ്കര ഇമോഷണൽ, പക്ഷെ എന്നെക്കാട്ടും കൂടുതൽ കരയ ആളാണ്. പ്രത്യേകിച്ച് മൂവിയൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ ഭയങ്കര ടച്ചിങ് ആണെങ്കിലൊക്കെ. ഇനിയിപ്പോ നെക്സ്റ്റ് ഇപ്പൊ മൂവീസ് കുറെ വരുന്നുണ്ടല്ലോ, കൊറേ പടങ്ങൾ വേറെ എന്റെ ഒരുപാട് ഏതാണ് ഇപ്പോ ഹൈലി ആന്റിസിപ്പേറ്റഡ് ആയിട്ട് നോക്കിക്കാണുന്ന ഏതെങ്കിലും മൂവി? ഞാൻ മറ്റേ മലയാള മൂവീസിൽ കേട്ടോ സൂക്ഷ്മദർശിനി നസ്രിയന്റെ ഒരു മൂവി വരുന്നുണ്ട്. ഞാൻ ഭയങ്കര നസ്രിയ ഫാനാണ് കേട്ടോ. പണ്ട് മുതലേ ഒരു ഫാന്റസി ആണ് എനിക്ക് നസ്രിയ. എനിക്ക് കൂട്ടല്ലേ ആ സാധനം എനിക്ക് പണ്ട് മുതലേ ഉണ്ട്. അപ്പൊ എനിക്ക് ആള് വല്ലപ്പോഴും ഒരു സിനിമ, അപ്പൊ അതുകൊണ്ട് എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് നവംബർ ഈ മാസം എന്തോ ഇറങ്ങുന്നുണ്ട്, എനിക്ക് അത് ഞാൻ ഭയങ്കരമായിട്ട് നോക്കി കാണുന്നുണ്ട്. പിന്നെ അങ്ങനെ സൂര്യ ഫാനാണോ? കങ്കുവ കാണും, അങ്ങനത്തെ മൂവീസ് ഒക്കെ കാണും. പക്ഷെ സൂര്യ ഫാനാണ് പണ്ടത്തെ മുന്തിരം പാത്തേനെ അതൊക്കെ. അപ്പോ അങ്ങനെ മൂവീസ് ഒക്കെ ഇങ്ങനെ പെട്ടെന്ന് ചോദിച്ചപ്പോ കിട്ടി. ഈ 2 മൂവി എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ പിന്നെ ഈ 2 മൂവീസ് കാണാൻ നല്ല പ്രൊമോഷൻസ് ആണല്ലോ, അടിപൊളിയായിരിക്കും. ഈ മൂവി ബേസ്ഡ് ഇപ്പോ സിനിമ പ്രൊമോഷൻ അല്ലാണ്ടും പടം കണ്ടിട്ട് വന്നിട്ട് ഈ റിവ്യൂസ് ഈ കോണ്ടന്റിലൂടെ ചെയ്യാൻ പറ്റുമല്ലോ, അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യുന്ന ആൾക്ക് അത് വേറെ അങ്ങനെ ഇല്ല. ഞാൻ ആക്ച്വലി ഇല്ലേ ഈ മൂവി പ്രൊമോഷൻസ് നമ്മളിപ്പോ കുറെ ഓൺലൈൻ മീഡിയ ചാനൽസ് ഉണ്ടല്ലോ ഈ മൂവി പ്രൊമോഷൻസിന്റെ. അപ്പൊ ഈ ആക്ടേഴ്സ് ഒക്കെ നടക്കുമ്പോ അവരെ കൂടെ വീഡിയോ എടുത്തിട്ടൊക്കെ നടക്കുന്ന കുറെ ഞാൻ അങ്ങനത്തെ ഇത് ഡയറക്റ്റ് കണ്ടിട്ടില്ല. ഇതേപോലെ ഒരു കൊച്ചിയിൽ ഒരു മൂവിന്റെ ഇതിന് ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടി പോയപ്പോഴാണ് എനിക്ക് ഇതിന്റെയൊക്കെ സത്യാവസ്ഥ മനസ്സിലായി. എന്തുകൊണ്ടതില്ലേ, എന്നിട്ട് അവര് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മളിങ്ങനെ ഫുൾ വെറുതെ റാൻഡമായിട്ട് എല്ലാവരുടെ അടുത്ത് പോയി വീഡിയോ എടുക്കുക. ഇപ്പൊ ഈ പറയുന്ന കുറെ ഈ ഓൺലൈൻ ഈ മീഡിയ ഡ്രമാറ്റിക് അറ്റ്മോസ്ഫിയർ ആണ്. ഒരു സൈഡിൽ ഒരാൾ ഇങ്ങനെ ചാടുന്നുണ്ടാവും, ഒരു സൈഡിൽ ഒരാൾ ഡാൻസ് കളിക്കുന്നുണ്ടാവും. ഒരു മൂവി തിയേറ്ററിന്റെ പുറത്ത് മൊത്തത്തിലൊരു ശരിക്കും ഒരു സർക്കസ് പോലെ ഫീൽ ചെയ്തിരിക്കും. ഞാൻ ഫുൾ എക്സൈറ്റഡ് ആയിരുന്നു. അതിന്റെ രസം നല്ല രസം ഉണ്ടായിരുന്നു. ഒരു സൈഡ് ഒരാൾ ഡാൻസ് കളിക്കുന്നു, ഒരാൾ എന്തൊക്കെയോ പറയുന്നു. അങ്ങനെ ചോദിച്ചില്ല? ചോദിച്ചിട്ടുണ്ടായിരുന്നു, യൂട്യൂബിലൊക്കെ ഉണ്ടായിരുന്നു. ഒരുമിച്ചായിരുന്നു, ഇത് ഭയങ്കര വിഷയായി. അയ്യോ കഷ്ടപ്പാടല്ല. അല്ല, ഞാൻ പറയുന്നത് കോണ്ടന്റ് ഇപ്പൊ നമ്മള് വീഡിയോസ് ചെയ്യുന്നുണ്ടല്ലോ, കുറെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. മൂവി കഴിഞ്ഞിട്ട് ലൈക്ക് ബിഫോർ വാച്ചിങ് മൂവി, ആഫ്റ്റർ വാച്ചിങ് ദ മൂവി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ കോണ്ടന്റ് ആയിട്ട് ചെയ്യാറുണ്ടല്ലോ. അപ്പൊ ഞാനൊരു 2018 ആ ടൈമില് ഈ പടം മറ്റേ നമ്മുടെ എന്താ പറയാ മറ്റേ RRR അല്ല, അതിന് മുന്നേ എന്തായിരുന്നു പടം, മറ്റേ KGF പടം കണ്ടിട്ട് ഞാൻ പടം കണ്ടു കഴിഞ്ഞ് കടിച്ചു പിടിച്ചിരിക്കുകയാണ്. അറിയാലോ KGF ഫുൾ വാസമല്ലോ. അപ്പൊ കൊച്ചിയിലായിരുന്നു, ഭയങ്കര കടിച്ചു പിടിച്ചിങ്ങനെ കഴിയുമ്പോഴേക്കും പല്ലൊക്കെ വേനിക്കാൻ തുടങ്ങി. കടിച്ചു പിടിച്ച് കൈയൊക്കെ ടൈറ്റ് ആയത് അവിടെ. എന്നിട്ട് ഞാൻ പുറത്തിറങ്ങിയിട്ട് സീനായിട്ടായി പടം. നമുക്കൊരു കോണ്ടന്റ് അങ്ങനെയാണല്ലോ, നമുക്ക് എങ്ങനെ കോണ്ടന്റ് ഓർമ്മ വരാം, പെട്ടെന്നൊരു സാധനം വരും. അപ്പൊ ഞാൻ പറഞ്ഞു, എടാ നമുക്കൊരു സാധനം ചെയ്യണം. KGF പടം കണ്ടു കഴിഞ്ഞിട്ട് മാസിന്റെ അസുഖം വരുന്ന പോലെ, മാസിന്റെ അസുഖം എന്ന് പറഞ്ഞിട്ട് സാധനം. രാവിലെ തന്നെ എണീച്ച്
രാവിലെ എടാ ഒരു ചായ എടുക്കാൻ പറയുമ്പോൾ ഫുൾ സ്ലോ മോഷൻ ഇങ്ങനെ മനസ്സിലായി. ചായ ഇങ്ങനെ അടിക്കുന്നു, പിന്നെ മറ്റേ ഫുൾ മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് ഞാനാണ് ആ പടം കണ്ടിട്ടുള്ളത്. എന്നിട്ട് ഇങ്ങനെ സ്ലോ മോഷൻ നടന്നു വരുന്നു, ഇങ്ങനെ വെക്കുമ്പോൾ പുകയൊക്കെ പോകുന്നു, അങ്ങനത്തെ ഒരു കോണ്ടന്റ് ചെയ്തു. അപ്പം അതാണ് ഈ അങ്ങനത്തെ കോണ്ടന്റുകൾ ചെയ്യാൻ ഇങ്ങനെ മൂവിയുടെ ഇല്ല, മൂവീസ് പൊതുവേ റിവ്യൂ ചെയ്യലില്ല. വല്ലപ്പോഴും നല്ല മൂവിയൊക്കെ കാണുമ്പോൾ ജസ്റ്റ് സ്റ്റോറിയിൽ എഴുതിയിടും ഇങ്ങനെ മൂവി കണ്ടു എന്നുള്ള രീതിയിൽ. അല്ലാണ്ട് അങ്ങനെ കോണ്ടന്റ് ആയിട്ട് ചെയ്യുമ്പോൾ അതിന്റെ നമുക്കൊന്ന് ആലോചിക്കാം, അതിനെ പറ്റി ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. കുറെ പടമൊക്കെ വരുന്നുണ്ടല്ലോ, ആലോചിക്കാം. ഇതിനും പ്രൈവറ്റ് ചെയ്യുന്ന അടിപൊളിയായിരിക്കും. അങ്ങനെ നമ്മള് കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അതെ, ഫണ്ണായിരുന്നു എന്ന് വിശ്വസിക്കുന്നു അല്ലേ? ആയിരുന്നോ? എനിക്ക് ഫണ്ണായിരുന്നു, യോഗിക്ക് ഫണ്ണായിരുന്നു. അപ്പൊ ഇങ്ങനെ നമ്മള് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചു, കോണ്ടന്റ് ക്രിയേഷന്റെ കാര്യം സംസാരിച്ചു, ജേണി സംസാരിച്ചു, മൂവിയിലോട്ട് അഭിനയിക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ എല്ലാരും സംസാരിച്ചു. അപ്പൊ അതും താല്പര്യമുണ്ട്. ലൈക്ക് 2-3 ആഡൊക്കെ ചെയ്ത് പിന്നെ അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട്. പുതിയൊരു മൂവിയൊക്കെ വരട്ടെ, ഉഷാറാവട്ടെ. ഓൾ ദ ബെസ്റ്റ്. സോ താങ്ക് യു. ഓഫ് ദ ഗ്രിഡ് പവർഡ് ബൈ ഹാരിസൺ കോ. അപ്പൊ പിന്നെ അപ്പൊ പറയണ അപ്പൊ അതെ കാണാം.